ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുല്ലമയുടെ ഉസ്താദാണല്ലോ. കണ്ണിയത്ത് ഉസ്താദ് പഠിച്ചവനെ സൂക്ഷ്മതയുടെ ഉറവിടമായിരുന്നു. ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെ ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടുണ്ടാവില്ല. കണ്ണിയത്ത് ഉസ്താദും എന്റെ പ്രിയപ്പെട്ട സഹോദരി നിനക്കറിയാൻ വേണ്ടിട്ടാ പറയുന്നത്. കണ്ണിയത്ത് ഉസ്താദും ശിഷ്യനായ ബഹുമാനപ്പെട്ട സൈനുൽ ഉലമാ ചെറുശ്ശേരി ഉസ്താദ് സമസ്തയുടെ ശൈഖുനാ ശംസുല്ലമയ്ക്ക് ശേഷം ദീർഘകാലം സമസ്തയുടെ സെക്രട്ടറി ആയിരുന്ന ബഹുമാനപ്പെട്ട സൈനുൽ ഉലമാ ചെറുശ്ശേരി ഉസ്താദ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ ശിഷ്യനാണല്ലോ. കണ്ണിയത്ത് ഉസ്താദും സൈനുദ്ദീൻ ഉസ്താദും ചെറുശ്ശേരി ഉസ്താദും ഈ രണ്ടാളും ഒരു യാത്ര പോകുന്ന സമയത്ത് ഒരു പള്ളിയിലേക്ക് നിസ്കരിക്കാൻ കയറി. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കുന്ന സമയത്ത് ഉസ്താദ് ശിഷ്യനോട് പറയുകയാണ്, മോനെ നീ നിസ്കരിക്കാൻ നിക്കോ. മുതഅല്ലിമായ ചെറുശ്ശേരി ഉസ്താദ് ഇമാമ് നിൽക്കാൻ വേണ്ടി ഗുരുവര്യൻ അതേപോലെ ആജ്ഞാപിക്കുന്നു. കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞതനുസരിച്ച് ശിഷ്യനായ ചെറുശ്ശേരി ഉസ്താദ് ഇമാമത്ത് നിൽക്കുന്നു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഒന്ന് എഴുന്നേറ്റതിന് ശേഷം ഞാനൊന്ന് എഴുന്നേറ്റ് പോകട്ടെയോ. മുമ്പ് എഴുന്നേൽക്കുന്നത് അദബ് കേടാണെന്ന് വിചാരിച്ചു. ഉസ്താദിനേക്കാൾ മുമ്പ് എഴുന്നേറ്റ് പോകുന്നത് അതൊരു ഉസ്താദ് അദബ് കേടാണെന്ന് വിചാരിച്ചിട്ട് കണ്ണിയത്ത് ഉസ്താദ് ഇമാമ് നിന്ന് അതേ സ്ഥലത്ത് ഇരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദും എഴുന്നേൽക്കാതെ ഇരുന്നു. രണ്ടാളും കുറെ നേരം ഇരുന്നു. കണ്ണിയത്ത് ഉസ്താദ് പരസ്പരം ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന് അഥവാ ശിഷ്യന്റെ മുഖം നോക്കുകയാണ്. ശിഷ്യൻ ഗുരുവര്യന്റെ മുഖം നോക്കുകയാണ്. ശിഷ്യൻ വിചാരിക്കും ഉസ്താദ് എഴുന്നേറ്റതിന് ശേഷം പിന്നെ എഴുന്നേൽക്കാമെന്ന്. ഗുരുവര്യൻ വിചാരിക്കുന്നത് ശിഷ്യനെ എഴുന്നേൽക്കാൻ വേണ്ടിട്ടാ. എന്തിനാ? അവസാനമതാ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് പറയുകയാണ്, ഉസ്താദേ നമുക്കൊന്ന് പോയാലോ. മോനെ നീ എഴുന്നേൽക്കാതെ ഞാൻ എങ്ങനെയാ എഴുന്നേൽക്കുന്നത്? അൽഹംദുലില്ലാഹ്. പിന്നെ പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റ് വരും. ബഹുമാനപ്പെട്ട ആലിമീങ്ങളെ സ്മരിച്ച് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യാൻ, പ്രത്യേകിച്ച് മരിച്ചവർക്ക് ദുആ ചെയ്യാൻ എന്തെങ്കിലും നല്ലൊരു നേർച്ച, നല്ലൊരു ഹദിയ ഇടാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഖബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പോ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ശിഷ്യനോട് പറയുകയാണ്, മോനെ ഈ കണ്ണിയത്ത് തന്റെ ജീവിതത്തിൽ അറിഞ്ഞിട്ടൊരു തെറ്റ് ചെയ്തിട്ടില്ല, ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ല. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് അന്ന് മുതഅല്ലിമായിരുന്ന സമയത്ത് തന്നെ ധാരാളം പാണ്ഡിത്യമുണ്ടായിരുന്ന ആളായിരുന്നല്ലോ. അങ്ങനെ ഉസ്താദിന് കാര്യം മനസ്സിലായി. എന്താണെന്നറിയണോ? ഇമാമും മഅ്മൂമായിട്ട് നിസ്കരിക്കുന്ന സമയത്ത് മഅ്മൂം എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ഇമാം എഴുന്നേൽക്കൽ സുന്നത്താണ്. ഇമാം നിസ്കരിച്ച സ്ഥലത്തിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷമേ മഅ്മൂമിങ്ങൾ എഴുന്നേൽക്കാൻ പാടുള്ളൂ. അല്ലെ, ഇമാം ഇരുന്നിട്ടിരിക്കുമ്പോക്കൂ മാമൂന്റെ ഇച്ചിരി പായുന്നല്ല. ഞങ്ങളുടെ നാട്ടിൽ ജുമാക്ക് ജമാഅത്തിന്റെ പതിവ് അങ്ങനെ നിസ്കാരക്കാൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു സലാം വീട്ടലോട് കൂടെ എണിച്ചിട്ട് പാഞ്ഞിട്ടായി ബാക്ക് സൈഡിലുള്ള ആൾക്കാർ. ഇമാം അവിടെ ഉണ്ടെന്ന് എണീക്കാൻ പാടില്ല. ഇനി ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് അസറോളം ഇമാം എണിച്ചില്ലെങ്കിൽ മാമൂൻ്റെ എണീക്കാൻ കഴിയല. എങ്ങനെ ഒന്നിട്ട് തെറ്റ് മാറിയിരിക്കണം ഇമാം, അല്ലെങ്കിൽ എഴുന്നേറ്റ് പോകണം, അല്ലെങ്കിൽ സുന്നത്ത് നിസ്കരിക്കാനെങ്കിൽ എണിച്ച് നിൽക്കണം. ഇരുന്നവിടെ ഇരുന്നാൽ മാമൂങ്ങൾ എണിക്കാൻ പാടില്ല. അത് കറാഹത്താണ്, കൂലി നഷ്ടപ്പെടുന്ന കാര്യം. അതല്ല, അതെല്ലാം ദീർഘമായി ഞാൻ ഫിഖ് പറയുന്നതല്ല, സൂചിപ്പിച്ചത് മാത്രം. അപ്പൊ ഇമാമാണ് ആദ്യം എഴുന്നേൽക്കേണ്ടത്. ചുരുക്കത്തില് കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, മോനെ അറിഞ്ഞിട്ട് ഈ കണ്ണിയത്ത് ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ല. ഇന്ന് ഈ നിസ്കാരത്തിന് ശേഷം നീ എന്നെ കൊണ്ട് കറാഹത്ത് ചെയ്യിപ്പിക്കണോ? അതുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കൂ എന്ന് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ചെറുശ്ശേരി ഉസ്താദിനോട് പറഞ്ഞപ്പോ ഇമാമായിരുന്ന ചെറുശ്ശേരി ഉസ്താദ് എഴുന്നേറ്റ് നിന്നു. അതിനുശേഷമാണ് കണ്ണിയത്ത് ഉസ്താദ് എഴുന്നേറ്റ് പോയത്. ഇതാണ് അവരുടെ സൂക്ഷ്മത. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അവർ സൂക്ഷ്മത പുലർത്തിയിരുന്നു. എന്തിനേറെ കണ്ണിയത്ത് ഉസ്താദിനെ സമ്മേളനങ്ങൾക്കും പരിപാടികൾക്കും കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി സാധാരണ ശൈലിയിലുള്ള ഡ്രൈവർമാർ കാറുമായിട്ട് പോകുമല്ലോ. അങ്ങനെ കാറിൽ സഞ്ചരിക്കുന്ന സമയത്ത് മഗ്രിബിന്റെ സമയമാകുന്ന സമയത്ത് അങ്ങനെ സൂര്യനസ്തമാക്കാറാകുന്ന സമയത്ത് മറ്റുള്ള എന്തെങ്കിലും കൃമികളും മറ്റുള്ള പാറ്റകളും ഇതെല്ലാം എഴുന്നേറ്റിങ്ങനെ പാറുന്നൊരു പതിവുണ്ടല്ലോ. അതേപോലെ ലൈറ്റ് കാണുന്ന സമയത്ത് അതിന്റെ അടുത്തേക്ക് പാറ്റകളും മറ്റും വരുന്ന പതിവുണ്ടല്ലോ. ആ സമയത്ത് ആ കണ്ണിയത്ത് ഉസ്താദ് ഡ്രൈവറിനോട് പറയുന്നത്, പതുക്കെ പോയാ മതി, സ്പീഡ് കൂട്ടരുത്. എന്തിനാ ഉസ്താദേ? ഡ്രൈവർ ചോദിക്കുകയാ, എന്തിനാ? അല്ല മോനെ, നിന്റെ ലൈറ്റിന്റെ വെളിച്ചത്ത്, നിന്റെ ഈ ലൈറ്റിന്റെ ബൾബിന്റെ വെളിച്ചത്ത് പാറ്റകളും മറ്റുള്ള വസ്തുക്കളെല്ലാം വന്നിട്ട് ഇതിലേക്കൊന്ന് അടിച്ചാലോ അതിന്റെ ജീവൻ പോകില്ലേ?
അതുകൊണ്ട് എൻ്റെ കാരണത്തിൽ എനിക്ക് ധൃതിയുണ്ടെന്ന് പറഞ്ഞിട്ട് മറ്റുള്ള ജീവികളെ വെറുതെ കൊല്ലരുതേ. ബഹുമാനപ്പെട്ട ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദ് ഡ്രൈവറിനോട് പറഞ്ഞു എങ്കിൽ എത്ര സൂക്ഷ്മതയായിരുന്നു അവർക്കൊക്കെയും. അതേപോലെ ബഹുമാനപ്പെട്ട ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദ് അതേ യാത്രയിൽ മുൻപോട്ട് പോകുന്ന സമയത്ത് മഗ്രിബിന്റെ ബാങ്കിന് സമയമായപ്പോ ഡ്രൈവർ നിർത്തുന്നത് കാണുന്നില്ല. ഉസ്താദ് ചോദിച്ചു, മോനെ ഒന്ന് നിസ്കരിക്കാൻ സമയമായല്ലോ. ഉസ്താദ് സമയം ഇനിയുമുണ്ടല്ലോ, സമ്മേളനത്തിന് ധൃതി കൂട്ടുകയാണ്. ബാങ്ക് ആയതിനു ശേഷം പള്ളിയിലേക്ക് പോയി എത്തുന്ന രീതിയിൽ, അല്ല ബാങ്ക് ആകുന്ന സമയത്ത് പള്ളിയിലേക്ക് എത്തുന്ന രീതിയിൽ ഒന്ന് പോയാലോ. കണ്ണിയത്ത് ഉസ്താദ് പറയുകയാണ്, മോനെ അത് അരുതേ. എല്ലാ മഗ്രിബിനേക്കാൾ ഒരൽപ്പം മുമ്പിരുന്ന് ദിക്ർ ചെല്ലുന്ന പതിവെനിക്കുണ്ട്. അത് എൻ്റെ ഹബീബ് എനിക്ക് പഠിപ്പിച്ചതാണ്. അത് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഇന്ന് ഉറക്ക് വരില്ല. ഒന്ന് മഗ്രിബ് ബാങ്കിനേക്കാൾ ഒരൽപ്പം മുമ്പെങ്കിലും ഒന്ന് പള്ളി കണ്ടാൽ നിർത്തണേ. ബഹുമാനപ്പെട്ട ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദ് ആ ഡ്രൈവറിനോട് പറയുന്നു എങ്കിൽ അവരുടെ സൂക്ഷ്മത എങ്ങനെയായിരുന്നു മുസ്ലിമേ. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ ഒരാളിങ്ങനെ എന്തോ രീതിയിൽ പ്രസംഗത്തിലൂടെ എന്തോ വ്യക്തി വൈരാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ സംഘടനയുടെ വൈരാഗ്യം കൊണ്ടോ ഒന്ന് പരിഹസിച്ചു ഏതോ ഒരു സമ്മേളനത്തിലോ വയതിലോ പറഞ്ഞു ബുദ്ധി കുറഞ്ഞിട്ടുണ്ട്, ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്ന്. ദീർഘമായിട്ട് ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന് ആ കഥയറിഞ്ഞു. ആരോ ഇങ്ങനെ പറയുന്നത് കേട്ടോ, കണ്ണിയത്തിന്റെ വയസ്സ് കൂടുതലായിട്ട് അതേക്കണ്ട് വൃദ്ധാപ്യം കൊണ്ടിട്ട് പലർക്കും ഉണ്ടാവാറുണ്ടല്ലോ. ആ രീതിയിലുള്ള എന്തെങ്കിലും ബുദ്ധി തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ കണ്ണിയത്ത് ഉസ്താദിനത് സഹിക്കാൻ കഴിയാതെ വന്നപ്പോ ഏതോ ഒരു പരിപാടിക്ക് വേണ്ടി നന്ദി ദാറുസ്സലാമിലൂടെ സഞ്ചരിക്കുന്ന സമയം വന്നപ്പോ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് നന്ദി ദാറുസ്സലാം കോളേജിന്റെ അടുത്തേക്ക് എത്തിയപ്പോ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയാണ് അവിടെ പ്രിൻസിപ്പാളായിട്ടുള്ളത്. കണ്ണിയത്ത് ഉസ്താദിന് ശിഷ്യനുമാണല്ലോ. അങ്ങനെ വണ്ടി നിർത്തി എന്നിട്ട് ശംസുൽ ഉലമയെ വിളിക്കാൻ വേണ്ടി പറയുന്നു. കണ്ണിയത്ത് ഉസ്താദ് വന്നു എന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ എഴുന്നേറ്റ് ഓടി വന്നു ശൈഖുനാ ശംസുൽ ഉലമ. എന്നിട്ട് പറഞ്ഞു, മോനെ എനിക്കൊന്ന് ഉളൂ ചെയ്യണം, നീ എൻ്റെ ഉളൂ എന്ന് നോക്കണം, എന്നിട്ട് ഉളൂ ചെയ്യുന്നത് നോക്കണമെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ അങ്ങനെ നോക്കി നിന്നു, എന്താണ് ഉസ്താദ് പറയുന്നത് എന്ന്. ചുരുക്കത്തിൽ കണ്ണിയത്ത് ഉസ്താദ് ഉളൂ എടുക്കാൻ തുടങ്ങി. ഉളൂ എല്ലാം കഴിഞ്ഞതിന് ശേഷം, ഉളൂവിന്റെ ശേഷമുള്ള ദുആവും ചെയ്തതിന് ശേഷം ശംസുൽ ഉലമയോട് ചോദിക്കുന്നു, മോനെ ഞാൻ ഉളൂ ചെയ്ത് നീ കണ്ടോ? സമ്പൂർണമായിട്ടും എല്ലാം കണ്ടോ? എന്തെങ്കിലും സുന്നത്തിന് അപാകത വരുന്ന രീതിയിൽ, സുന്നത്തിന് ന്യൂനത വരുന്ന രീതിയിൽ എന്തെങ്കിലും എന്റെ വുളൂയിൽ നീ കണ്ടോ? ഇല്ല ഉസ്താദേ, ഞാനെല്ലാം മൂന്ന് പ്രാവശ്യം ചെയ്തിട്ടില്ലേ? അതേ ഉസ്താദേ. തല മുഴുവനും തടവിയിട്ടില്ലേ? അതേ ഉസ്താദേ. വുളൂയിൽ ചെയ്യേണ്ട രൂപങ്ങൾ, അതിന്റെ ഫർളും അതിന്റെ ശർത്തുകളും അതേ രീതിയിൽ അതിന്റെ മറ്റുള്ള സുന്നത്തുകളും പാലിച്ചിട്ടാണോ ഞാൻ വുളൂ ചെയ്തത്? അല്ലെങ്കിൽ എന്തെങ്കിലും സുന്നത്ത് വിട്ടുപോയിട്ടുണ്ടോ? ഇല്ല ഉസ്താദേ. ശിഷ്യനായ ശംസുൽ ഉലമ പറയുകയാ, ഇല്ല ഉസ്താദേ, ഒരു ന്യൂനതയും നിങ്ങളുടെ വുളൂയിൽ വന്നിട്ടില്ല. അൽഹംദുലില്ലാ. എന്തിനാ ഇങ്ങനെ എന്ന് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ കണ്ണിയത്ത് ഉസ്താദിനോട് ചോദിച്ചപ്പോ എനിക്ക് അതും ഇതുമാണെന്ന് പറയുന്നു പലരും. അതിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ചുരുക്കത്തിൽ എനിക്ക് ബുദ്ധി തകരാറാണ് എന്ന് പലരും പറയുന്നുണ്ട്. എൻ്റെ ബുദ്ധി ശരിയുണ്ടോ എന്ന്, എനിക്ക് മറവി ശക്തി ബാധിച്ചിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിച്ചതാണ്. അൽഹംദുലില്ലാ, എനിക്ക് ഇതുവരെ മറവിയൊന്നും വന്നിട്ടില്ലല്ലോ, എൻ്റെ ബുദ്ധിക്ക് തകരാറ് വന്നിട്ടില്ലല്ലോ. അൽഹംദുലില്ലാ, എന്നെ തന്നെ ഞാൻ പരിശോധിച്ചതാണെന്ന് ബഹുമാനപ്പെട്ട ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞോ എങ്കിൽ അങ്ങനെയുള്ള സൂക്ഷ്മജ്ഞാനികളാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ തലപ്പത്തുണ്ടായിരുന്നത്. കാളമ്പാടി ഉസ്താദ് ഒരു ഫക്കീറിനെ പോലെയായിരുന്നു ജീവിച്ചത്. കണ്ണിയത്ത് ഉസ്താദിന്റെ ധാരാളം ചരിത്രങ്ങളുണ്ട്. നിങ്ങൾ പലതും പലപ്പോഴും കേട്ടതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. കാളമ്പാടി ഉസ്താദ് പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ വെച്ചിട്ട് മുദരിസായിട്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പാളായിട്ട് അവിടെ ഖിദ്മത്ത് ചെയ്തിരുന്ന കാലം, അല്ലാഹുവേ,
കാളമ്പാട് ഉസ്താദ് ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉസ്താദിന്റെ 2 പെണ്ണുമക്കൾ സ്കൂളിലേക്ക് പോകുന്ന പെണ്ണുമക്കൾ ജീപ്പ് ആക്സിഡന്റ് ആയിട്ട് 2 ആളും മരിക്കുകയാണ്. 2 പെണ്ണുമക്കൾ മരിക്കുകയാണ്. ആരോ ഒന്ന് പറയാൻ വേണ്ടിട്ട് ബഹുമാനപ്പെട്ട കാളമ്പാട് ഉസ്താദ് ദർസ് ചൊല്ലിക്കൊടുക്കുന്ന സ്ഥലത്തേക്ക് പോയി, പട്ടിക്കാടിലേക്ക് പോയി. അങ്ങനെ ജാമിഅ നൂരിയയിൽ വെച്ചിട്ട് ദർസ് ചൊല്ലിക്കൊണ്ടിരുന്ന ഉസ്താദിന്റെ ആ ദർസിന്റെ പുറത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. കയറാൻ കഴിയുന്നില്ല, പേടിയാണ്. ദർസല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പരിചയമുള്ള ഒരാൾ നടക്കുന്നത് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട കാളമ്പാട് ഉസ്താദ് ചോദിച്ചു, എന്തിനാ നീ വന്നത്? എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? ആ മനുഷ്യൻ പറഞ്ഞു, ഉസ്താദേ, അങ്ങയുടെ 2 പെണ്ണുമക്കൾ അതേപോലെ ജീപ്പ് ആക്സിഡന്റിൽ വഫാത്ത് ആയിരിക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നും പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട കാളമ്പാട് ഉസ്താദ് ദർസ് അങ്ങനെ തുടരുകയാണ്. പകുതിയിൽ നിർത്തിവെച്ചിട്ടില്ല. ദർസെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോവുകയാണ്. മക്കളുടെ അന്ത്യക്രിയകളൊക്കെയും കഴിഞ്ഞതിന് ശേഷം വീണ്ടും നേരെ ദർസിലേക്ക് വരികയാണ്. എന്നിട്ട് അങ്ങനെ ദർസ് തുടരുന്നു. എത്രത്തോളം അള്ളാഹുവിന്റെ ദീനുമായിട്ട് ബന്ധപ്പെട്ടവർ ത്യാഗം ചെയ്തിരുന്നോ എന്ന് പറയട്ടെ. നമ്മുടെ പൺപാളത്തിനടുത്തുള്ള നന്ദാവരം എല്ലാവർക്കും അറിയുന്ന നാടല്ലോ, പ്രസിദ്ധമായ നാടാണല്ലോ നന്ദാവര. എല്ലാ ആലിമ്യങ്ങളും കാളുകുത്തിയ അതേപോലെ പുണ്യമേറിയ മണ്ണാണ് നന്ദാവരത്തെ മണ്ണ്. അങ്ങനെ നന്ദാവരത്ത് ഉറൂസ് പരിപാടിക്ക് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ശൈഖുന കാളമ്പാട് ഉസ്താദ് വന്നിരുന്നു. അന്നത്തെ വാളി എന്റേതായിരുന്നു. ചുരുക്കത്തിൽ അങ്ങനെ വാളിന് വന്ന ഉസ്താദുമാർക്ക് അടുത്തുള്ള ഒരു വീട്ടിൽ വെച്ചിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കിയത്. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാളമ്പ് ഉസ്താദിനോടൊപ്പം ഞാനും കൂടെയുള്ള ധാരാളം ഉസ്താദുമാരൊക്കെ പോയി. എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മജീദ് പൈസ നിങ്ങൾക്കറിയാമല്ലോ, അയാൾ പറഞ്ഞു, ഉസ്താദേ, നാളെ കാലത്ത് സുബഹി നിസ്കാരം ഒക്കെ കഴിഞ്ഞതിന് ശേഷം നാഷ്ടല്ലാക്കിയിട്ട് റാഹത്തോടുകൂടെ പോകാമല്ലോ. ബഹുമാനപ്പെട്ട കാളമ്പാട് ഉസ്താദ് പറയുന്നത്, അരുതേ, അത് ആവില്ലത് നടക്കില്ല. രാത്രി ഉറൂസ് പരിപാടി കഴിഞ്ഞ ഉടനെ തന്നെ വണ്ടി എത്രക്കെന്ന് നോക്കണേ. അതും ഇല്ല എങ്കിലും ബസ്സുണ്ടോ എന്ന് നോക്കണേ. ബഹുമാനപ്പെട്ട കാളമ്പാട് ഉസ്താദ് അധികവും ഇങ്ങോട്ട് വരുന്ന സമയത്ത് സഞ്ചരിക്കാറ് ട്രെയിനിലൂടെയായിരുന്നു. അങ്ങനെ കാളമ്പാട് ഉസ്താദ് പറഞ്ഞു, പോകാതെ കഴിയില്ല, എനിക്ക് സുബഹി നിസ്കാരമാകുന്ന സമയത്ത് പട്ടിക്കാടിലേക്ക് എത്തിയിട്ടേ തീരൂ. ആയിരക്കണക്കിന് ശിഷ്യന്മാരാണ് എന്നിൽ നിന്ന് ഇൽമു പഠിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. അത് മുടങ്ങിക്കൂടാ. ഈ കാളമ്പാടിക്ക് ഹയാത്തുള്ള കാലത്തോളം, അതേപോലെ ആരോഗ്യമുള്ള കാലത്തോളം ഒരു സബക്കും മടങ്ങിക്കൂടാ എന്ന് ബഹുമാനപ്പെട്ട കാളമ്പാട് ഉസ്താദ് പറഞ്ഞു. എങ്കിൽ ഒരു സ്ഥലത്തെ വാഴലിന് പരിപാടിക്ക് വേണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി, സമസ്തയുടെ സമ്മേളനത്തിന് വേണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി ഞാനടക്കമുള്ള ഒരു 8 ആളൊരു സംഘം ബഹുമാനപ്പെട്ട കാളമ്പാട് ഉസ്താദിന്റെ വീട്ടിലേക്ക് പോയി. ദീർഘമുണ്ട് കഥകൾ പറയാൻ മുസ്ലിമേ. കാളമ്പാട് ഉസ്താദിന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വീടിന്റെ കോലായി, അഥവാ നമ്മുടെ നാട്ടിലുള്ളത് പോലെ പഴയ വീടുകളിൽ ഉള്ളത് പോലെ ഒരു കോലായി, വീടിന്റെ മുറ്റത്തൊരു വറാണ്ട, ഇന്ന് സിറ്റ് ഔട്ട് എന്നാണ് ഇംഗ്ലീഷിൽ അത് പറയുന്നത്. അങ്ങനെ സിറ്റ് ഔട്ടിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട കാളമ്പാട് ഉസ്താദ് ഒരു കട്ടിലിൽ കിടന്നിരുന്നു. കട്ടിലേതാണെന്നറിയണോ? ഞങ്ങളുടെ നാട്ടിലെ മുന്നേ ഈ നെല്ലി അടിക്കുവാൻ വേണ്ടിയിട്ട് നെല്ലെല്ലാം കൊഞ്ഞ് നെല്ലടിക്കുന്ന ഒരു കട്ടിലിരിക്കുന്നത്. അത് വയസ്സിനവർക്ക് കിടക്കുവാനുമാണ്, നെല്ലെടുക്കുവാനുമാണ്, പുല്ലിൽ നിന്നല്ലേ നെല്ലടിച്ചിട്ട് അങ്ങനത്തെ ഒരു കട്ടിൽ. പണ്ടല്ലേ എല്ലാ പോരിലുണ്ട് ഒരു കട്ടിൽ, ആരത്തിൻ്റെത് ഇടവിട്ടിട്ടുള്ളത് അല്ലേ, അങ്ങനെയുള്ള ഒരു കട്ടില്. അങ്ങനെ ആ കട്ടിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട കാളമ്പാട് ഉസ്താദ് ഒരു മുണ്ട് മാത്രം ഉടുത്തിട്ട് അങ്ങനെ കിടന്നുറങ്ങിയിരുന്നു. എപ്പോഴാണെന്നറിയണോ? ഏകദേശം 12 മണിയാകുന്ന സമയത്ത്. അങ്ങനെ ഒരു വറക്ക്, ഏത് വറക്കെന്നറിയണോ? പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരോഗ്യത്തിന് നല്ലതെന്ന് പഠിപ്പിച്ച ഖൈലൂലത്തിന്റെ വറക്ക്. അപ്പോഴാ ഉറങ്ങേണ്ടത്, ഭക്ഷണം കഴിച്ചിട്ടല്ല ഉറങ്ങേണ്ടത്, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടല്ല ഉറങ്ങേണ്ടത്. കഴിയുമെങ്കിൽ സമയമുണ്ട് എങ്കിൽ ളുഹർ ബാങ്കിനേക്കാൾ മുമ്പുള്ള ഒരു അരമണിക്കൂറിന്റെ ഒരു വറക്ക്, അത് ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. ബഹുമാനപ്പെട്ട
ബഹുമാനപ്പെട്ട കാളമ്പാട് ഉസ്താദ് അങ്ങനെ 12 മണിയാകുന്ന സമയത്ത് ഒരു മുണ്ട് മാത്രം ഉടുത്തിട്ട് അങ്ങനെ ആ കട്ടിൽ കിടന്നുറങ്ങിയിരുന്നു. ഞങ്ങൾ പോയ ഉടനെ തന്നെ വീട്ടുകാർ എഴുന്നേൽക്കാൻ വേണ്ടി പറഞ്ഞു. ബഹുമാനപ്പെട്ട കാളമ്പാട് ഉസ്താദ് ഉണർന്ന് അങ്ങനെ ഇരുന്ന ഉടനെ അള്ളാമ്പാട് ഞാനതാ പിന്നാലെ പോയി ഉസ്താദിന്റെ അരികിലേക്ക് പോകുന്ന സമയത്ത് ഉസ്താദിന്റെ പടച്ചവനെ മുതുകു നോക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുമായിരുന്നു, അല്ലാഹുവിന്റെ ഹബീബ് കിടന്നുറങ്ങിയാൽ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് ഉസ്താദിന്റെ ശരീരത്തിൽ മുഴുവനും പാടുണ്ടായിരുന്നു, ഗായ പാടുണ്ടായിരുന്നു. ഈത്തപ്പഴത്തിന്റെ മരത്തിന്റെ മടലുകളൊക്കെ ഉണ്ടാക്കിയ കട്ടിലിൽ കിടന്നതിന്റെ പാട് പുണ്യ ഹബീബിന്റെ ശരീരത്തെ മുഴുവനും കൊത്തിയ രീതിയിലുണ്ടായിരുന്നു. അത് ഓർത്തുപോയി പടച്ചവന്. കാളമ്പാട് ഉസ്താദ് എഴുന്നേറ്റ് ഇരുന്ന സമയത്ത് മുതുകിൽ മുഴുവനും ആ കട്ടിലിന്റെ പാട് അച്ചി ഉണ്ടായിരുന്നു. മുസ്ലിമേ, ബഹുമാനപ്പെട്ട കാളമ്പാട് ഉസ്താദ് ഒരു ഫക്കീറിനെ പോലെ ഈ ലോകത്ത് ജീവിച്ചോ. അതേപോലെ പട്ടിക്കാട് ജാമിഅ നൂരിയ തീരുമാനിച്ചോ ഉസ്താദിന് ഒരു കാറ് കൊടുക്കണം, പട്ടിക്കാടിലേക്ക് പോകാനും വരാനും വീട്ടിലേക്ക് പോകാൻ സൗകര്യത്തിന്. അരുതേ, എനിക്ക് നിങ്ങളുടെ കാറ് വേണ്ട, നടക്കാൻ കഴിയുന്നിടത്തോളം ഞാൻ നടന്ന് തന്നെ പോകും. ഒരു കാർ എന്റെ മുറ്റത്ത് വെക്കുന്ന സമയത്ത് എന്റെ കൽബിൽ കിബിർ വന്നു പോയാലോ? ഈ കാളമ്പാടിന് തരക്കേടില്ല, ഒരു കാറായല്ലോ എന്നൊരു കിബിർ വന്നു പോയാലോ? വേണ്ട എന്ന് ബഹുമാനപ്പെട്ട കാളമ്പാട് ഉസ്താദ് പറഞ്ഞത് തിരസ്കരിച്ചു എങ്കിലേ എത്രയുണ്ട് കഥകൾ പറയാൻ. ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ് ദീർഘകാലം സമസ്തയുടെ കോശാധികാരിയായിരുന്ന പാറന്നൂർ ഇബ്രാഹിം മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ വഫാത്താകുന്നതിന് ഒരു ദിവസം മുമ്പ് തൻ്റെ മക്കളെല്ലാം വിളിച്ചു വരുത്തുകയാണ്. അതേപോലെ വസിയത്തെല്ലാം പറയുകയാണ്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഭാര്യയെ അടുത്ത് വിളിക്കുന്നു, പെണ്ണേ എന്നെ ഒന്ന് കുളിപ്പിക്കണേ, ഒന്ന് വൃത്തിയായി കുളിപ്പിക്കണേ. ഭാര്യ ചോദിക്കുന്നു, എന്തിനാ ഇപ്പൊന്ന് വൃത്തിയായിട്ടുള്ളൊരു കുളി ഈ സമയത്ത്? മുമ്പെപ്പോഴും കുളിക്കുന്ന പതിവില്ലല്ലോ. അല്ല പെണ്ണേ, നാളെ ഞാൻ പുതിയ ആപ്പിളയാകാനുള്ളതാണ്. എന്നെ പലരും നാളെ കുളിപ്പിക്കാൻ വേണ്ടി വരും. പുതിയ ആപ്പിളയെ കുളിപ്പിക്കുന്ന സമയത്ത് അവർക്കൊന്നും കഷ്ടമാകാതിരിക്കാൻ വേണ്ടിട്ട് ഇന്ന് തന്നെ വൃത്തിയായിട്ടൊന്ന് കുളിപ്പിക്കണേ, വൃത്തിയായിട്ട് കുളിപ്പിക്കണേ, നാളെ കുളിപ്പിക്കുന്നവർക്ക് എളുപ്പമാകാൻ വേണ്ടിട്ട്. അങ്ങനെ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദിന്റെ ഭാര്യ ചോദിച്ചു, പുതിയ ആപ്പിളയോ? അതെ, ഞാൻ നാളെ പുതിയ ആപ്പിളയാണ്, നീ എങ്കാലും നാളെ പുതിയ പെണ്ണാണ്, പുതിനാട്ടിയാണ്. അങ്ങനെ തമാശക്ക് പറഞ്ഞ രീതിയിൽ ചിരിച്ചങ്ങനെ പറയുന്നു. അങ്ങനെ മക്കളോടെല്ലാം വസിയത്ത് ചെയ്യുന്നു. എന്നിട്ടോ അന്ന് രാത്രിയായപ്പോ അല്ലാഹുവേ, സുബഹി ബാങ്കിനേക്കാൾ മുമ്പ് അതേ പാതിരാത്രിയായപ്പോൾ ഭാര്യയെ അടുത്ത് വിളിക്കുന്നു. ഭാര്യയെ ആശ്വാസിപ്പിക്കുന്ന രീതിയിൽ പലതും പറയുന്നു. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ് ഈ ലോകത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് വിട പറയുകയാണ്. പിറ്റേ ദിവസം പുതിയ ആപ്പിള പോലെ മയ്യത്തായി കിടക്കുകയാണ്. ആ കിടന്നുറങ്ങുന്ന സമയത്തോ ജനങ്ങൾ മയ്യത്ത് കുളിപ്പിക്കുന്നു, കഫൻ ചെയ്യുന്നു, പുതിയ ആപ്പിളയെ ചെയ്യുന്ന രീതിയിൽ. ഭാര്യയാണെങ്കിൽ അതിന് ശേഷം ഇദ്ദയിലിരിക്കുന്നു, പുതിയ ആപ്പിള മറയിലിരുന്ന രീതിയിൽ. പടച്ചവനെ, അവർ മുമ്പ് തന്നെ മരണത്തെ വാസന അനുഭവിച്ചവരായിരുന്നു. എന്തിനേറെ കേട്ടേമാൻ ഉസ്താദ് വിദ്യാഭ്യാസ ബോർഡിന്റെ ഉന്നതനായ പദവിയിലുണ്ടായിരുന്ന മഹാന് ബഹുമാനപ്പെട്ട കേടിമാൻ ഉസ്താദ്. അല്ലാഹുവേ, സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ 50ാമത്തെ വാർഷികം അതേപോലെ കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഹോസ്പിറ്റൽ അഡ്മിറ്റിലായിരുന്ന ബഹുമാനപ്പെട്ട കേടിമാൻ ഉസ്താദാണ് സ്വാഗതം പറയേണ്ടത്. സ്വാഗതം പറയാനുള്ള ആരോഗ്യമൊന്നും കാണുന്നില്ല. എന്നാലും ആ സ്വാഗതം പറയേണ്ട സമയമാകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കേടിമാൻ ഉസ്താദ് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് പറഞ്ഞു, എനിക്ക് സമ്മേളനത്തിന് പോകണം, അനങ്ങാൻ കഴിയില്ലെന്നല്ലേ ഡോക്ടർമാർ പറയുന്നത്, എനിക്ക് പോയിട്ടേ തീരൂ. ചുരുക്കത്തിൽ അങ്ങനെ പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഷർട്ടെല്ലാം ധരിപ്പിക്കുകയാണ്, കിടന്നവിടക്ക് തന്നെ ഷർട്ട് ധരിപ്പിക്കുകയാണ്. പോകാൻ ആംബുലൻസും റെഡിയാണ്. അങ്ങനെ പോകാൻ ഒരുങ്ങുന്നതിന് മുമ്പ് ഭാര്യയോട് പറയുന്നു, പെണ്ണ് എനിക്കൊരു കഷ്ണം തുണി വേണം, തട്ടം വേണം. അപ്പോൾ പറയുക, എന്തിനാ നിങ്ങളുടെ സമ്മേളനത്തിനല്ല പോകുന്നത്? എന്തിനാ ഈ മേളൊക്കെ തോർത്തുന്ന തോർത്തെന്തിനാ നിങ്ങൾക്കെന്ന് ചോദിച്ചപ്പോൾ
അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. യാത്ര പോകുന്ന ആൾക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. വീണ്ടും ഭാര്യ പറയുകയാണ്, നിങ്ങൾ പോകുന്ന സമ്മേളനത്തിനല്ലേ, അതും അടുത്തിട്ടല്ലേ, പോയി വരാൻ വേണ്ടിയിട്ടല്ലേ, എന്ത് യാത്രക്കായത് ആവശ്യമുള്ളത്, നിനക്കതറിയില്ല, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് തോർത്തെടുത്തിട്ട് മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കാതെ ബഹുമാനപ്പെട്ട കെട്ടിമാൻ ഉസ്താദ് തന്റെ അറയിലേക്ക് അത് കെട്ടുകയാണ്. എന്നിട്ട് സമ്മേളന നഗരിയിലേക്ക് വരുന്നു. സ്വാഗതം പറയാനുള്ള ശേഷിയില്ല, മറ്റുള്ളവർ സ്വാഗതം പറയുന്നു. സ്വാഗതം കഴിയുന്നത് വരെ അവിടെ ഇരിക്കുന്നു. എന്നിട്ട് തങ്ങന്മാർ ആലിമ്യങ്ങൾക്ക് എല്ലാവർക്കും കൈ കൊടുക്കുന്നു. കൂടിയ ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർക്ക് അങ്ങനെ കയ്യും നീട്ടി സലാം എന്ന് പറയുന്നു. ദുആ ചെയ്യണേ, ഞാൻ പോവട്ടെ എന്നും പറഞ്ഞിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങുകയാണ്. ആംബുലൻസിൽ പോയി കിടക്കുകയാണ്. അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കട ഉസ്താദ് മരുമകനാണ്. അങ്ങനെ മരുമകൻ സ്റ്റേജിലുണ്ട്, അതേപോലെ ആംബുലൻസിൽ ഇരിക്കുകയാണ്. വീണ്ടും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പടച്ചവനെ, അമ്പലക്കടോ ഫൈസി ഉസ്താദിന്റെ മടിത്തട്ടിൽ ബഹുമാനപ്പെട്ട കെട്ടിമാൻ ഉസ്താദ് തലവെക്കുകയാണ്. എന്നിട്ടോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, വെള്ളം വേണമെന്ന് പറഞ്ഞ് വെള്ളം വാങ്ങിയിട്ട് കുടിക്കുകയാ. ധാരാളം വെള്ളം കുടിച്ചതിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് 5 പ്രാവശ്യം പറഞ്ഞു എന്നാണ് മരുമകന് പറയുന്നത്. അങ്ങനത്തെ ഷഹാദത്ത് കലിമ ഉച്ചരിച്ചിട്ട് ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ സാക്ഷി നിർത്തിയിട്ട് ബഹുമാനപ്പെട്ട കെട്ടിമാൻ ഉസ്താദ് ഈ ലോകത്തിൽ നിന്ന് താൻ നട്ട് വളർത്തിയ സമ്മേളന നഗരിയിൽ തന്നെ ബഹുമാനപ്പെട്ട കെട്ടിമാൻ ഉസ്താദ് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോവുകയാണ്. അങ്ങനെ വഫാത്തായ ഉടനെ തന്നെ പരിശുദ്ധ ഇസ്ലാമിന്റെ ഒരു സുന്നത്തായ കർമ്മമാണല്ലോ താടിന്റെ എല്ലിന്റെ അടിഭാഗത്തിൽ നിന്ന് തലയിലേക്ക് ഒരു കഷ്ണം, എന്തെങ്കിലും തുണി കഷ്ണമോ കയറോ അല്ലെങ്കിൽ തട്ടമോ കെട്ടുന്നത് സുന്നത്താണല്ലോ. അങ്ങനെ തട്ടം കെട്ടാൻ വേണ്ടി ഒരു തട്ടം വേണം. എവിടെയുണ്ടെന്ന് പരസ്പരം ആംബുലൻസിൽ കിടന്നവർ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് തട്ടം കിട്ടുവോ? ആ സമയത്ത് ഡ്രൈവർ പറയുകയാണ്, ഉസ്താദ് സമ്മേളനത്തിന് വരുന്ന സമയത്ത് ഒരു തോർത്തും വാങ്ങിയിട്ട് അറയിൽ കെട്ടിയിട്ടുണ്ട്, നടുവിൽ കെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഷർട്ട് അങ്ങനെ പൊക്കി നോക്കുന്ന സമയത്ത് തട്ടമുണ്ട്, അഥവാ തോർത്തുണ്ട്. അതും അഴിച്ചിട്ട് ബഹുമാനപ്പെട്ട കെട്ടിമാൻ ഉസ്താദിന്റെ താടിയിലേക്ക് അഥവാ തലയിലേക്ക് വലിച്ചു കെട്ടുകയാണ്. അവർ മരണവാർത്ത മുമ്പ് തന്നെ അറിഞ്ഞവരായിരുന്നു. ഇതിന്റെ വാസന അവർ അറിഞ്ഞവരായിരുന്നു. പ്രിയപ്പെട്ട സഹോദര, ബഹുമാനപ്പെട്ട കോട്ട ഉസ്താദ് ഇൽമിന്റെ കേന്ദ്രമായിരുന്നു, ഇൽമിന്റെ കോട്ടയായിരുന്നു. ബഹുമാനപ്പെട്ട അബൂ ഉമൈറ കോട്ട ഉസ്താദ് പടച്ചവനെ ദീർഘകാലം സമസ്തയുടെ ശൈഖുന ശംസുലമ സെക്രട്ടറി ആയിരുന്ന കാലത്ത് തന്നെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു ബഹുമാനപ്പെട്ട കോട്ട ഉസ്താദ്. അല്ലാഹു, എന്ത് ധീരതയുള്ള ശബ്ദമായിരുന്നു, എന്ത് വാക്കായിരുന്നു. ആ വാക്കുകളെല്ലാം ധാരാളം ചരിത്രങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഷഹീദ് സി എം ഉസ്താദ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരന്തരം സമ്പർക്കം വെച്ചിരുന്നു ബഹുമാനപ്പെട്ട സി എം ഉസ്താദിന്. സി എം ഉസ്താദ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന സമയത്ത് ഉച്ചക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുദ്രോളി പള്ളിയിൽ നിന്ന് കഞ്ഞുമായിട്ട് പോയ സമയത്ത് തളങ്കരയിൽ നിന്ന് ഒരു കൂട്ടം നേതാക്കന്മാർ ബഹുമാനപ്പെട്ട ഷഹീദ് സി എം ഉസ്താദ് ഖാലിയായിരുന്ന മഹല്ലത്തിന്റെ കുറെ നേതാക്കന്മാർ സി എം ഉസ്താദിനെ കാണാൻ വന്നു. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു, ആ നാട്ടുമായിട്ട് ബന്ധപ്പെട്ടത്. ആ സമയത്ത് അവരുടെ മുഖം നോക്കിയിട്ട് ബഹുമാനപ്പെട്ട സി എം ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട്, അത് എന്റെ കാലം ശേഷം പോരെ. എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ആ വാക്ക് ഓർക്കുകയാണ്, ആ കാര്യം ചെയ്യുന്നത് എന്റെ കാലത്തിന് ശേഷം പോരെ. എപ്പോൾ ഉസ്താദിന് ആവശ്യമുള്ളതാണ്, അതും പറഞ്ഞതിന് ശേഷമാണ്, കുറച്ചും കാലം കഴിഞ്ഞതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട ഷഹീദ് സി എം ഉസ്താദിനെ ആരോ കൊലപ്പെടുത്തുന്നത്. പടച്ചവനെ, ആ പാത്തക്കികൾ, ആ കൊല ചെയ്തവർ പടച്ച റബ്ബേ ഈ സമുദായത്തിന് മുന്നിൽ നീ കൊണ്ടുവരണേ അല്ലാ. ലോകം കാത്തു നിൽക്കുകയാണ്, ആരാണ് ആ ഘാതകരെന്ന്. പടച്ചവരെ ഈ സമുദായത്തിന് കാണിച്ചു തരണം തമ്പുരാനെ. ചുരുക്കി പറഞ്ഞാൽ അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു. ബഹുമാനപ്പെട്ട ശൈഖുന കാസിം ഉസ്താദ് നമുക്കൊക്കെയും അറിയാമല്ലോ, നമ്മുടെ നാടുകളിൽ നിരന്തരം വന്നിരുന്ന മഹാനാണല്ലോ ബഹുമാനപ്പെട്ട കാസിം ഉസ്താദ്. അതേപോലെ ദുൽഹജ്ജ് 9-ാമത്തെ അറഫ ദിവസത്തിൽ വെച്ചിട്ട്
അല്ലാഹുവേ, കടലോര പ്രദേശങ്ങളിൽ, കാസർഗോഡ് കടലോര പ്രദേശങ്ങളിൽ തിരമാലകൾ അടിച്ചിട്ട് നാട്ടിന്റെ പല വീടുകളും വെള്ളത്തിലായപ്പോ സമസ്തയുടെ പരിഹാര നിധിയുമായിട്ട് ബഹുമാനപ്പെട്ട ഖാസിം ഉസ്താദ് ആ നാട്ടിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അറഫാ ദിവസത്തിന് സുന്നത്ത് നോമ്പും പിടിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഭാര്യയോട് പറയുന്നു, പെണ്ണേ, നാളെ പെരുന്നാളിന് കൊണ്ടുവന്ന കമീസ് ഉണ്ടല്ലോ, പുതിയ കമീസ്, അത് ഒന്ന് തരണേ. എന്തിനാ നിങ്ങൾക്ക് ഇന്ന് അത്? നാളെ പെരുന്നാൾ പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ടല്ലേ കൊണ്ടുവന്ന് വെച്ചത്? വേറെയും നല്ല നല്ല കമീസ് ഉണ്ടായിരിക്കും, അത് തന്നെ ആവണം. എന്തിനാ? അപ്പോൾ പറയുക, അത് തന്നെയാവണം, നാളേക്ക് വേണ്ടി ധരിക്കുന്ന കമീസ് അത് തന്നെയാവണം എന്ന് ഭാര്യയോട് ചോദിച്ചു വാങ്ങി. എന്നിട്ട് ഖാസിം ഉസ്താദ് പെരുന്നാളിന് ധരിക്കേണ്ട കമീസതാ അറഫാ ദിവസം ധരിക്കുകയാണ്. എന്നിട്ട് ആലിമീങ്ങളുമായിട്ട്, ശിഷ്യന്മാരുമായിട്ട്, ഉമറാക്കന്മാരുമായിട്ട് കാസർഗോഡിന്റെ കടപ്രദേശങ്ങളിലേക്ക്, കടൽ പ്രദേശങ്ങളിലേക്ക്, കടലോരത്തേക്ക് ഇങ്ങനെ ചെല്ലുകയാണ്. വീട് നഷ്ടപ്പെട്ടു പോയി എത്രയോ സാധുക്കളായ ആൾക്കാർ, അവർക്കൊക്കെയും സാന്ത്വന വാക്കുകൾ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് അവർക്ക് ആശ്വാസം നൽകി, പലതും സഹായങ്ങൾ ചെയ്തിട്ട് പലയിടത്തും പോയി സഞ്ചരിച്ച് എന്നിട്ട് അടുത്തുള്ളൊരു മഖബറയിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യുന്നു. അങ്ങനെ ദുആ കഴിഞ്ഞതിന് ശേഷം, സിയാറത്ത് കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ ചെറിയൊരു നെഞ്ഞുവേദന അനുഭവപ്പെടുകയാണ്. ഉടൻ തന്നെ കാറിലേക്ക് കയറ്റുകയാണ്. എന്നിട്ട് ഇന്ത്യ ഹോസ്പിറ്റലിലേക്കാണ് ഖാസിം ഉസ്താദിനെ കൊണ്ടുവരുന്നത്. കാസർഗോഡിൽ നിന്ന് മംഗലാപുരത്തേക്ക് എത്തുന്നത് വരെ കാറിൽ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരെന്ത് ചോദിച്ചാലും മറുപടി ലാ ഇലാഹ ഇല്ലല്ലാഹ്. എങ്ങനെയുണ്ട് ഉസ്താദേ, വേദന കുറവുണ്ടോ? അപ്പോഴും മറുപടി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉസ്താദ് എന്ന് സമാധാനിക്കുന്നു, പേടിക്കണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താര് ചോദിച്ചാലും വെള്ളം വേണോ? അപ്പോൾ പറയുന്നത്, അരുതേ, ഞാൻ സുന്നത്ത് നോമ്പുകാരനാണ്, അത്രമാത്രം പറയുന്നു. വീണ്ടും പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. വെള്ളം കുടിച്ചോളൂ ഉസ്താദേ. അപ്പൊ പറയുന്നു, മിണ്ടരുതേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നൂറുകണക്കിന് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാസർഗോഡ് മുതൽ മംഗലാപുരം ഇന്ത്യാന ഹോസ്പിറ്റലിലെ മുറ്റം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇന്ത്യാന ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് കാർ കയറ്റിയപ്പോ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിലക്കുകയാണ്. അതിനുശേഷം ബഹുമാനപ്പെട്ട ഖാസിം ഉസ്താദ് ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. അത് അവസാനത്തെ വാക്കായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. വൈദ്യന്മാർ നോക്കി ടെസ്റ്റ് ചെയ്തോ, പറഞ്ഞോ ജീവൻ പോയിരിക്കുകയാണ്, അഥവാ വഫാത്തായിരിക്കുകയാണ്. നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി കുളിപ്പിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട ശൈഖുനാ ഖാസിം ഉസ്താദ് സ്വപ്നം കണ്ടിരുന്ന ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള കോളേജിന്റെ സമുച്ചയത്തിലേക്ക് ബഹുമാനപ്പെട്ട ഖാസിം ഉസ്താദിനെ കൊണ്ടുപോവുകയാ. പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട സഹോദരാ, അവർക്ക് മരണത്തിന്റെ ശുഭവാർത്ത മുമ്പ് തന്നെ അറിയുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹ്യങ്ങൾക്ക് കൊടുക്കുന്ന പദവിയാണ് അങ്ങനെയുള്ള പദവികൾ. നമ്മുടെ ബഹുമാനപ്പെട്ട ശൈഖുനാ മിത്തബൈൽ ഉസ്താദ് പടച്ചവനെ എത്രയോ കറാമത്തിന്റെ ഉടമയായിരുന്നു, എത്രയോ പാവപ്പെട്ടവരെയും അനാഥകളെയും വിധവകളെയും സഹായിച്ചിരുന്ന ആളായിരുന്നു. ആരെന്ത് കൊണ്ടുപോയി കൊടുത്താലും പിന്നാലെ പോയിട്ട് ഒരു യാചകനെ യാചിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മിസ്തബൈൽ ഉസ്താദിന്റെ സന്നിധിയിലേക്ക് ചെന്ന ആൾ അത് എണ്ണി നോക്കാതെ, അത് തുറന്നു പോലും നോക്കാതെ, കവറാണെങ്കിൽ കവറ്, റബ്ബറിട്ട കെട്ടാണെങ്കിൽ കെട്ട്, അങ്ങനെ തന്നെ കൊടുക്കുന്ന പതിവ്. ആരെന്ത് പോയാലും ഇല്ല എന്നോ നാളെ വാ എന്നോ വേറെ ആളോട് വിളിച്ചു പറയാം അങ്ങോട്ട് പോയെന്നോ ബഹുമാനപ്പെട്ട ശൈഖുനാ മിത്തബൈൽ ഉസ്താദ് പറയുമായിരുന്നില്ല. കയ്യും കണക്കുമില്ലാതെ ഉള്ളതെല്ലാം എടുത്തുകൊടുത്ത് ഒരു ഫക്കീറിനെ പോലെ ജീവിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ മിത്തബൈൽ ഉസ്താദ്. പടച്ചവനെ, വഫാത്താകുന്നതിന് ഒരാഴ്ചക്ക് മുമ്പ് ഞാനും അതേ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളും ബൊമ്പറാണ് ഉസ്താദും ഉസ്മാൻ ഫൈസി അടക്കമുള്ള 8-9 ഉസ്താദന്മാർ ആലിമീങ്ങൾ ബഹുമാനപ്പെട്ട ശൈഖുനാ മിത്തബൈൽ ഉസ്താദിനെ കാണാൻ പോവുകയാ. പോയി ആ ഒരു സമസ്തയുടെ മുഷാവറ കഴിഞ്ഞതിന് ശേഷം ശൈഖുനാ മിത്തബൈൽ ഉസ്താദിനെ കാണാൻ വീട്ടിലേക്ക് പോയി. അന്ന് കാളമ്പാട് ഉസ്താദ് പറഞ്ഞതുപോലെ ശൈഖുനാ കാളമ്പാട് ഉസ്താദ് കിടന്നിരുന്ന രീതിയിൽ തന്നെ പുണ്യ ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കിടത്തത്തിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ തന്നെ ഒരു മുണ്ട് മാത്രം ഉടുത്തിട്ട് ചെറിയൊരു കട്ടിലുണ്ടല്ലോ, ചെറിയൊരു കട്ടിൽ, ഒരു പായ പോലും വിരിക്കാതെ, ഒരു മുണ്ട് പോലും വിരിക്കാതെ, ഒരു തണയി തലയിണ പോലും വിരിക്കാതെ
ഒട്ടിക്കാതെ അതിലങ്ങനെ ഖിബ്ലയുടെ ഭാഗത്തേക്ക് ഭാഗത്തിലേക്ക് കിടക്കാൻ പുണ്യ ഹബീബ് സുന്നത്തായി പഠിപ്പിച്ച് അതേ രീതിയിൽ ഖിബ്ലയുടെ ഭാഗത്തേക്ക് വലത്തെ ഭാഗത്തേക്ക് ചെരിഞ്ഞിങ്ങനെ കിടക്കുകയാണ്. എതിർഭാഗത്ത് മതിലാണുള്ളത്. മതിലേക്ക് ഒട്ടിച്ച രീതിയിൽ മയ്യത്ത് വെക്കേണ്ട രീതി അങ്ങനെയാണല്ലോ. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഒരാൾ മരിച്ചാൽ ആ മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുപോയിട്ട് ദഫൻ ചെയ്യേണ്ടത് ആ മനുഷ്യന്റെ മുഖവും അതേപോലെ നെഞ്ഞും എതിർഭാഗ ഖിബ്ലയുടെ ഭാഗത്തുള്ള മുൻഭാഗത്തുള്ള മണ്ണിലേക്ക് ഭിത്തിയിലേക്ക് ഒട്ടിച്ചു വെക്കുന്ന രീതിയിലാവണം. അങ്ങനെയാണല്ലോ പതിവ്. ചുരുക്കി പറയട്ടെ, ബഹുമാനപ്പെട്ട ശൈഖുനാ മിത്തബൈൽ ഉസ്താദ് എതിരിൽ മുൻഭാഗത്തുള്ള മതിലേക്ക് വെട്ടിവെച്ച രീതിയിൽ അങ്ങനെ പല ഭാഗത്തേക്ക് ചരിഞ്ഞു കിടന്നിരുന്നോ. ഞങ്ങൾ പോയ സമയത്ത് മക്കൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട ഉസ്താദ് ദാരിമിയെ പോലത്തെ മക്കൾ പറഞ്ഞു, ഉസ്താദ് ഇപ്പോൾ എനിക്ക് സംസാരിക്കാറില്ല, കൂടുതൽ ആരോടും സംസാരിക്കാറില്ല എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അത് കേൾക്കുകയാണ്. ആരാ വന്നത് മോനെ? മകൻ പറയുകയാണ്, ജിഫ്രീത്തങ്ങളും ബംബ്രാണ ഉസ്താദും ആലിമീങ്ങളും വന്നിട്ടുണ്ട്, എന്നാൾ എന്നൊന്ന് എഴുന്നേറ്റ് ഇരുത്തിപ്പിക്കണേ. ബഹുമാനപ്പെട്ട ശൈഖുനാ മിത്തബൈൽ ഉസ്താദിന്റെ കൈ ഞങ്ങളെല്ലാവരും പിടിച്ച് എന്നിട്ട് ബഹുമാനപ്പെട്ട ശൈഖുനാ മിത്തബൈൽ ഉസ്താദ് ഇരിക്കുകയാണ്. ഇരുന്നിട്ട് അങ്ങനെ നമ്മുടെ മുഖമോ നോക്കി എല്ലാവർക്കും കൈ തന്നോ, എല്ലാവർക്കും എല്ലാവരും പറഞ്ഞ സലാം മടക്കി. ദുആ ചെയ്യാൻ പറഞ്ഞപ്പോൾ ദുആ ചെയ്യണേ ഉസ്താദേ എന്ന് പറഞ്ഞപ്പോൾ ദുആ ചെയ്യാൻ രോഗികളുടെ ദുആക്ക് ഉത്തരമുണ്ടല്ലോ എന്നും പറഞ്ഞിട്ടാണ് ഉസ്താദ് ദുആ ചെയ്യുന്നത്. ഞങ്ങൾ ആമീൻ പറഞ്ഞു. അതുവരെ കൂടുതൽ സംസാരിക്കാത്ത വീട്ടുകാരോട് പോലും കൂടുതൽ സംസാരിക്കാത്ത സമയമായിരുന്നു. ഞങ്ങളോട് കുറെ നേരം ഒരു അരമണിക്കൂറോളം സംസാരിച്ചോ. കുറെ വിഷയങ്ങൾ അങ്ങനെ താക്കീത്ത് നൽകി, കുറെ വിഷയങ്ങൾ പ്രവർത്തന ശൈലി ഇങ്ങനെ പഠിപ്പിച്ചു തന്നു. ഇങ്ങനെയാണ് സംഘടന, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അതെല്ലാം പറഞ്ഞു. ഒരു വസിയത്ത് എന്ന രീതിയിൽ അങ്ങനെ പലതും പറഞ്ഞു, തമാശയും പറഞ്ഞു, ചിരിപ്പിച്ചോ. ഏതോ ഒരു ഗ്രന്ഥത്തിന്റെ ഏതോ ഒരു വാക്കും പറഞ്ഞിട്ടാണ് ആ വിഷയം പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചത്, ചിരിപ്പിച്ചത്. ഉസ്താദും ചിരിച്ചു. എന്നിട്ട് അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ജിഫ്രീത്തങ്ങള് വെൽത്തങ്ങാട് ജിഫ്രീത്തങ്ങൾ പറയുകയാണ്, ഉസ്താദേ ഇങ്ങനെ കിടന്നാൽ എങ്ങനെയാ? നിങ്ങളെ മക്കള് പറയുകയാണ്, ഉസ്താദ് ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ല, മരുന്ന് വേണ്ടാന്ന് പറയുന്നു, അഡ്മിറ്റ് ചെയ്യണ്ടെന്നും പറയുന്നു. എന്ത് ചെയ്യാനാണെന്ന് മക്കള് പറയുന്ന സമയത്ത് ജിഫ്രീത്തങ്ങൾ പറഞ്ഞു, ഉസ്താദേ മക്കള് പറഞ്ഞിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ, ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോയാലോ? എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാണോ വരുന്നത്? അതെ ഉസ്താദേ, നിങ്ങൾ വരികയാണെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാം, ഒന്ന് എന്തെങ്കിലും എനർജിക്ക് വേണ്ടി എന്തെങ്കിലും മരുന്ന് കഴിക്കാം. ബഹുമാനപ്പെട്ട ശൈഖുനാ മിത്തബൈൽ ഉസ്താദ് പറഞ്ഞത്, നിങ്ങൾ വന്നത് എന്നെ കാണാണെങ്കിൽ കണ്ടുപോയിക്കോളോ, ചികിത്സിക്കാൻ വരണ്ട, അതിന്റെ ആവശ്യം എനിക്കില്ല. വീണ്ടും പറഞ്ഞു ഉസ്താദുമാർ ഒന്നടങ്ക പറഞ്ഞു, ഉസ്താദേ ഒന്ന് പോയിട്ട് ടെസ്റ്റ് ചെയ്ത് വന്നാലോ, ഒന്ന് ഡോക്ടറിനെ കണ്ടു വന്നാലോ? ആ സമയത്ത് ഗൗരവത്തോടു കൂടെയാണ് മിത്തബൈൽ ഉസ്താദ് പറഞ്ഞത്, അരുതേ, എന്നെ എന്റെ ഭാര്യ മക്കളെയും കണ്ടിട്ട് എന്റെ വീട്ടിലൊന്ന് ഷഹാദത്ത് കലിമയും ചൊല്ലിട്ട് ഒന്ന് റാഹത്തോടെ കിടന്നുറങ്ങി മരിക്കാൻ വേണ്ടി എന്നെ അനുവദിക്കൂ, എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകരുതേ എന്നാണ് അവസാനമായിട്ട് ഞങ്ങളോട് പറഞ്ഞത്. എന്റെ ഭാര്യ മക്കളെയും കണ്ടിട്ട് വീട്ടിൽ കിടന്നുറങ്ങി മരിക്കാൻ എന്നെ അനുവദിക്കോ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരില്ല. അതിന് കുറച്ച് സമയം മുമ്പ് മക്കള് തീരുമാനിക്കുകയാണ്, ജല്ലി കൊണ്ടുവന്നിട്ട്, മണൽത്തരികൾ കൊണ്ടുവന്നിട്ട്, സിമെന്റും കൊണ്ടുവന്നിട്ട്, അങ്ങനെ ഒരു ദിവസം മേസ്ത്രിനെ വിളിപ്പിച്ചിട്ട് വീടിന്റെ അകത്ത് തന്നെ ഒരു ബസിനുണ്ടാക്കാനും വുളൂ ചെയ്യാനും മൂത്രിക്കാനും പുറത്തു പോകാൻ പ്രയാസമുള്ളത് കൊണ്ട് വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഒരു ബസിനും വെച്ചിട്ട് വുളൂ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി മേസ്ത്രി വന്നിട്ട് എന്നെ തട്ടാനും മുട്ടാനും തുടങ്ങി. ബഹുമാനപ്പെട്ട ശൈഖുനാ മിത്തബൈൽ ഉസ്താദ് ചോദിക്കുന്നു, എന്താ പണി നടക്കുന്നത്? ബാപ്പാ, ഒന്ന് ഉള്ളിൽ തന്നെ ഉൾഭാഗത്ത് തന്നെ വുളൂ ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടി മേസ്ത്രി പണിക്ക് വന്നതാണ്. എന്നാൽ ഇന്നത്തെ പൂർണ്ണമായിട്ടും വൈകുന്നേരം വരെ
അവൻ ജോലി ചെയ്താൽ എന്താണ് അവന് ശമ്പളം കിട്ടാറുള്ളത്, അതൊന്ന് കൊടുത്തു വിടൂ, അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് ഇനി അതിൻ്റെ ആവശ്യമില്ല, അവനെ പറഞ്ഞയച്ചോളോ. അങ്ങനെ മേസ്ത്രിയെ പറഞ്ഞയച്ചു. പ്രിയപ്പെട്ട സഹോദര, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വാലിഹീങ്ങൾക്ക് സ്വർഗം മണപ്പിക്കുന്നതാണ്. മരണവാർത്ത, മരണത്തിന്റെ ശുഭസൂചന അവർക്ക് അറിയിക്കുന്നതാണ്. ചുരുക്കത്തിൽ അങ്ങനെ ഞങ്ങൾ പോയി വന്നതിന് ശേഷം ഒരാഴ്ചയെ കഴിഞ്ഞിട്ടുള്ളൂ. നേരത്തെ ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദിന്റെ കഥ പറഞ്ഞതുപോലെ ഭാര്യ മക്കളോട് പറയുകയാണ്, എന്നൊന്ന് കുളിപ്പിക്കണേ. വീട്ടിന്റെ മുറ്റത്തേക്ക് ബഹുമാനപ്പെട്ട ശൈഖുനാ മിത്തബൈൽ ഉസ്താദിനെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാ. നല്ല നല്ല രീതിയിൽ വെള്ളമൊക്കെ തിളപ്പിച്ചിട്ട് സോപ്പെല്ലാം ഇട്ടിട്ട് മുഴുവൻ ശരീരം മുഴുവനും തേച്ചിട്ട് നല്ല ഉഷാറായിട്ട് ഭാര്യയും മക്കളും കുളിപ്പിക്കുകയാണ്. എന്നിട്ട് ഒളുവൊക്കെ ചെയ്തതിന് ശേഷം വീട്ടിലേക്കത്തേക്ക് കയറുകയാണ്. കയറിയിട്ടോ ഞങ്ങളന്ന് പോകുന്ന സമയത്ത് ആ പഴയ ഒരു കട്ടിലുള്ളതിൽ ഇങ്ങനെ ഒരു അല്പം ഇരിക്കുകയാണ്. എന്നിട്ട് അവനെ വീണ്ടും എഴുന്നേൽക്കുകയാണ്. സാധാരണ ജനങ്ങൾ വരാൻ വേണ്ടി സന്ദർശനത്തിന് വന്ന സമയത്ത് ഇരിക്കുന്ന ഒരു ചെയറുണ്ട്, പഴയ ഒരു ചെയറുണ്ട്, അതിലൊരൽപ്പം ഒരു നിമിഷം അതിലിരിക്കുകയാണ്. എന്നിട്ട് സിറ്റ് ഔട്ടിലേക്ക് പോവുകയാണ്, അവിടെയും ഒരു നിമിഷം ഇരിക്കുകയാണ്. ആ സമയത്താണ് മക്കൾ ആലിമ്യങ്ങളാണല്ലോ, അടുത്തുള്ള പള്ളിയിൽ മുഅല്ലിമീങ്ങളാണ്, സദറാണ്, ഖതീബാണ്. മഗ്രിബിന് സമയമായി ഒരു പോകാൻ ഒരുങ്ങിയ സമയത്ത് ഉസ്താദ് പറഞ്ഞു, മക്കളെ ഇന്ന് പോകരുത്, നിങ്ങളുടെ പള്ളിയുടെ സെക്രട്ടറിയോടും പ്രസിഡന്റിനോടും വിളിച്ച് പറയണേ, ഇന്ന് വരാൻ കഴിയുന്നില്ല, വാപ്പ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ലീവ് വേണമെന്ന് പറയണേ. അങ്ങനെ അവരോട് ആ രീതിയിൽ പറയുകയാണ്. എല്ലാവരും വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. മഗ്രിബിന് ബാങ്കിന് സമയമാകുമ്പോൾ ശൈഖുനാ മിത്തബൈൽ ഉസ്താദ് മെല്ലെ അകത്തേക്ക് പോവുകയാണ്. മക്കളുടെ കയ്യും പിടിച്ച് അകത്തേക്ക് പോവുകയാണ്. പണ്ട് മുതലേ കിടന്നുറങ്ങുന്ന പഴയ ഒരു കട്ടിലുണ്ട്, അതിനേക്കാൾ അപ്പുറം കല്ല് പോലോത്തൊരു തലയിണയും അതേപോലെ കിടക്കയുമുണ്ട്. കല്ല് പോലെ ഏതോ പണ്ട് എത്തപ്പോഴോ കൊണ്ടുവന്ന് വെച്ചത്, എന്നും മാറ്റിയിട്ടില്ല. അതേ രീതിയിൽ പഴയ ഫക്കീറന്മാർ കിടക്കുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു കട്ടിലും ആ രീതിയിലുള്ള ഒരു കിടക്കയും അതേ രീതിയിലുള്ള ഒരു തലയിണയും പടച്ചവനെ അതിൽ എന്നൊന്ന് കിടത്തണേ. ബഹുമാനപ്പെട്ട ശൈഖുനാ മിത്തബൈൽ ഉസ്താദ് ബാങ്കുളി കേൾക്കുന്ന സമയത്ത് മെല്ലെ ഇതിലേക്ക് ചാരിങ്ങനെ കിടക്കുന്നു. ബാങ്കിന് മറുപടി രീതിയിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശൈഖുനാ ശംസുൽ ഉലമാ ഫാത്തിമ ഹോസ്പിറ്റലിൽ കിടന്നുറങ്ങി ആ സുബഹി ബാങ്കിന് മറുപടി കൊടുത്തതുപോലെ മഗ്രിബ് ബാങ്കിന് ബഹുമാനപ്പെട്ട ശൈഖുനാ മിത്തബൈൽ ഉസ്താദ് മറുപടി കൊടുക്കുകയാണ്. ബാങ്കായ ഉടനെ തന്നെ കിടന്നവിടക്ക് തന്നെ നിസ്കരിക്കാൻ തുടങ്ങുന്നു. കിടന്ന കിടത്തത്തിൽ മഗ്രിബ് നിസ്കരിക്കുന്നു. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം റാഹത്തായി കയ്യും കാളും അങ്ങനെ നീട്ടി കിടന്നു. അല്ലാഹുവേ, സംസാരിക്കുന്നില്ല, സംസാരത്തിന്റെ ശബ്ദം കേൾക്കുന്നില്ല, എന്തോ ചുണ്ടനങ്ങുന്നു. മക്കള് പോയിട്ട് മല്ലേ ചുണ്ടിലേക്ക് ചെവി വെക്കുന്നു. വാപ്പ എന്താണ് പറയുന്നത്? വെള്ളം ആവശ്യപ്പെടുകയാണോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചോദിക്കുകയാണോ എന്നും അങ്ങനെ പറഞ്ഞിട്ട് ആ ചുണ്ടിലേക്ക് മല്ലേ മക്കൾ കാത് വെച്ചപ്പോ പടച്ചവനെ ശൈഖുനാ മിത്തബൈൽ ഉസ്താദ് മഗ്രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ കിടന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കുറച്ചം സമയം മാത്രം ചുണ്ടങ്ങനെ അനങ്ങുന്നു, അനക്കം നിർത്തുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട ശൈഖുനാ മിത്തബൈൽ ഉസ്താദ് സംസാരിച്ചിട്ടില്ല. അതാണ് പ്രിയപ്പെട്ട സഹോദര, സമസ്തയുടെ ആലിമ്യങ്ങളെന്ന് പറഞ്ഞാൽ അവരാണ് നമ്മുടെ മുന്നിലൂടെ നമുക്ക് വഴികാട്ടി നമ്മുടെ മുന്നിലൂടെ നടന്നത്, നമുക്ക് പ്രകാശം നൽകി നമ്മെ നടന്നത്. ഇരുട്ടത്ത് തപ്പിയിരുന്ന ഞങ്ങൾക്ക് പ്രകാശം ചൊരിച്ച് തന്നത് അവരായിരുന്നു. അവരുടെ പിന്നാലെയാണ് ലോകമെമ്പാടുമുള്ള സകലമാനം സമസ്തയെ അറിയുന്ന മുഅ്മിനീങ്ങൾ അവരുടെ പിന്നാലെയുള്ളത്. വെറുതെ കൂടിയതല്ലടോ. അവരാണെങ്കിൽ ജീവിച്ചതോ ദുനിയാവിന് സമ്പത്തുണ്ടാക്കാനല്ല, ദുനിയാവിൽ അധികാരമുണ്ടാക്കാനല്ല, സ്വന്തം വീട് വലിയ വലിയ ബിൽഡിങ്ങും ബംഗ്ലാവും കെട്ടാൻ വേണ്ടിയിട്ടല്ല. ശൈഖുനാ മിത്തബൈൽ ഉസ്താദ് വിചാരിച്ചിരുന്നോ എങ്കിൽ എന്ത് വേണമെങ്കിലും സാമ്പത്തിക ശക്തി ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ അത് ചെയ്തില്ല. പകരം പടച്ച റബ്ബിന്റെ ദീനിന്റെ ഖിദ്മത്തിലായി അവസാനം വരെ. മക്കളാണെങ്കിലോ അല്ലാഹ്
എല്ലാ മക്കളെയും ആലിമീങ്ങളാക്കി, എല്ലാ ആണുമക്കളെയും ആലിമീങ്ങളാക്കി. എല്ലാ മക്കളും ആലിമീങ്ങളാണ്. മരിച്ചതിന് ശേഷം നിരന്തരം ദുആ ചെയ്യാനും മക്കളെ ഉണ്ടാക്കി പോയി ബഹുമാനപ്പെട്ട ശൈഖുനാ മിത്തബൈൽ ഉസ്താദ്. അവരാണ് മുസ്ലിമേ ഞങ്ങളുടെ വഴികാട്ടികൾ. അതേപോലെ എത്രയോ ആലിമീങ്ങളുടെ കഥ പറയാനുണ്ട് ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ്. അതേപോലെ ചൊക്കബെട്ടെന്ന് പറയുന്ന നാട് നിങ്ങൾക്കറിയാമല്ലോ. സൂറത്തുകൾ ചൊക്കബെട്ടുന്ന നാട്ടിലെ സലഫി പ്രസ്ഥാനക്കാരുടെ പ്രശ്നങ്ങൾ കൂടിയപ്പോ, അവരുടെ ഫിത്നകളും ഫസാദുകളും നിറഞ്ഞപ്പോ, അന്ന് ഞാൻ സൂറത്തുൽ ഖാന എന്ന് പറയുന്ന സ്ഥലത്ത് സദറായിരുന്നു. അതേപോലെ ധാർമ്മിയായിട്ട് വന്ന ആദ്യ കാലത്ത് ഒരൽപ്പം സമയം മാത്രം സദറായി ജോലി ചെയ്തിരുന്ന കാലം. അന്ന് ബഹുമാനപ്പെട്ട കക്കിഞ്ച ഉസ്മാൻ മുസ്ലിയാറായിരുന്നു ചൊക്കപ്പെട്ടു പള്ളിയുടെ ഖതീബ്. നല്ലൊരു മഹാവ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്മാൻ ഉസ്താദ്. പള്ളിയുടെ ഖതീബായിരിക്കെ പള്ളിയിൽ വെച്ചിട്ടാണ് ബഹുമാനപ്പെട്ട കക്കിഞ്ച ഉസ്മാൻ ഉസ്താദ് വഫാത്തായത്. ചൊക്കപ്പെട്ടു പള്ളിയിൽ വെച്ചിട്ടാണ് വഫാത്തായത്. ചുരുക്കത്തിൽ ആ ഉസ്താദും ഞാനും വേറെ 2 ചെറുപ്പക്കാരും ബഹുമാനപ്പെട്ട ശൈഖുനാ നാട്ടിക ഉസ്താദിനെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട്, സലഫികളുടെ ഈ കുതന്ത്രങ്ങൾ പറയാൻ, ഫിത്നകളും പറഞ്ഞു കൊടുത്ത് ഒന്ന് നേർവയിലാക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കാൻ വേണ്ടി പോയപ്പോ ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് അല്ലാഹുവേ വീട്ടിലില്ല, എവിടെയോ പോയിരുന്നു. അങ്ങനെ വീട്ടിൽ ഒരു ചെറിയൊരു കുട്ടി ഉണ്ടായിരുന്നു. നാട്ടിക ഉസ്താദ് എവിടെന്ന് ചോദിച്ചപ്പോ ഇപ്പൊ വരും, ളുഹർ ബാങ്കിനേക്കാൾ ഒരൽപ്പം മുമ്പ് വരുന്ന പതിവാണ് എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ അടുത്തുള്ള നിസ്കാര പള്ളിയിലേക്ക് പോയി, ഉസ്താദിന്റെ വീട്ടിന്റെ അടുത്തുള്ള പള്ളിയിലേക്ക്. അങ്ങനെ ളുഹർ ബാങ്കിനേക്കാൾ ഒരൽപ്പം ഒരു 1/4 മണിക്കൂർ മുമ്പാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ നാട്ടിക ഉസ്താദ് വീട്ടിലേക്ക് വരുന്നത്. ഒരു ഫക്കീറിനെ പോലെ മുണ്ടും അങ്ങനെ പൊക്കി പിടിച്ചിട്ട്, കയ്യിൽ പണ്ടത്തെ പ്ലാസ്റ്റിക്കിന്റെ സെഞ്ചുണ്ടല്ലോ, ചീലയുണ്ടല്ലോ, അതും പിടിച്ചിട്ട് ഒരു ഫക്കീറിനെ പോലെ നാട്ടിക ഉസ്താദ് വീട്ടിലേക്ക് കടന്നു വരികയാണ്. ഉസ്താദിന്റെ പിന്നാലെ ഞങ്ങളും കൂടി വീട്ടിലേക്ക് പോയി. അങ്ങനെ പോയ ഉടനെ തന്നെ എന്തിനു വന്നു എന്നൊന്നും ചോദിച്ചില്ല. ഇരിക്കു ഉസ്താദുമാരെന്നും പറഞ്ഞിട്ട് ഉള്ള ചേറങ്ങനെ നീട്ടി തന്നു. ഇരുന്ന ഉടനകത്തേക്ക് കയറി കുടിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവന്നു. ചായ വെക്കാൻ വേണ്ടി ഭാര്യയോട് ചോദിക്കുന്നു, പൊടിയുണ്ടോ എന്നാദ്യം ചോദിച്ചത്. പൊടിയുണ്ടോ? ഉണ്ടെന്ന് മറുപടി കിട്ടിയപ്പോൾ എന്നാലൊരു ചായ വെച്ചോളൂ. അങ്ങനെ ചായ വെക്കാൻ വേണ്ടി പറഞ്ഞു പടച്ചവന്. അതിനുശേഷം ഉസ്താദ് ഞങ്ങളോടൊപ്പം വന്നിട്ടിരുന്നോ, എന്തിനായിരിക്കും ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഉസ്താദ് പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ഫിത്ന തുടങ്ങിയിട്ടുണ്ട്. സലഫികൾ അഥവാ മുജാഹിദുകളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിടേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. എന്നാ ഞാൻ വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഡയറി എടുത്തു, അതിലിങ്ങനെ കുരിച്ചു വെച്ചു. ഉടൻ തന്നെ ബാങ്കിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. പള്ളിയിൽ നിന്നിട്ട് ഭാര്യയോട് പറയുന്നു, പെണ്ണേ മീന് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് 10 ഉറുപ്പികയുടെ മത്തിയാണെന്ന് വാങ്ങിയത്. അതും കൊടുത്തതിന് കറി വെക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ പള്ളിയിലേക്ക് നേരെ പോയി. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ ഇരുത്തി. അത് നാട്ടിക ഉസ്താദിന്റെ ഹിക്മത്തായിരുന്നു. ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് ഞങ്ങൾ അവിടെ പള്ളിയുടെ വരാണ്ടയിൽ ഇരുത്തി. കുറേ നേരം സംസാരിച്ചോ, കുറെ ആയത്തുകൾ പറഞ്ഞു, ഹദീസുകളെല്ലാം പറഞ്ഞു, പുത്തൻ പ്രസ്ഥാനക്കാർ എതിർക്കുന്ന വിഷയങ്ങളെല്ലാം പറഞ്ഞു. ഒരു ശിഷ്യന്മാർക്ക് ഗുരുവര്യൻ പഠിപ്പിക്കുന്ന രീതിയിൽ അത് 2 ഹിക്മത്തുണ്ടായിരുന്നു. ഒന്നാമത് സലഫികളുടെ വിഷയമല്ലതുമായിട്ട് ബന്ധപ്പെട്ടിട്ട. രണ്ടാമത്തത് കഞ്ഞിയുണ്ടാക്കാൻ, കറിയുണ്ടാക്കാൻ സമയം വേണം. വീട്ടിൽ പോയിട്ട് കാത്തിരുന്ന് മടക്കുന്നത് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിവിടെ പിടിച്ചിരുത്തിയത്. ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് ഞങ്ങളെയും കൂട്ടി വീട്ടിലേക്ക് പോയി. കഞ്ഞെല്ലാം വിളമ്പി തന്നോ. എന്നിട്ട് അതേപോലെ കഞ്ഞും മത്തിക്കറിയും വിളമ്പി തന്നോ. എന്നിട്ട് പറയുന്നു, ഉസ്താദുമാരെ എനിക്ക് മാഫ് ചെയ്യണേ, എന്നോട് ക്ഷമിക്കണേ. എന്തിനാ എന്ന് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഉസ്താദ് ചോദിച്ചപ്പോ നാട്ടിക ഉസ്താദ് പറയുന്നത്, ഉസ്താദുമാരെ അതിഥികൾ വന്നാൽ കോഴി അറുത്തിട്ട് ഒരു നെയ്ച്ചോറാക്കിയിട്ട് ഒരു ഗമ്മത്താക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഈ നാട്ടികക്ക് പടച്ച തമ്പുരാന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഇത്ര മാത്രമാണ്. അതുകൊണ്ട് പൊരുത്തപ്പെടണേ. അത്ര ദൂരം മംഗലാപുരത്ത് നിന്ന് മേലാട്ടൂരിലേക്ക് ഇത്ര ദൂരെ യാത്ര ചെയ്തിട്ട് ഒരു കഞ്ഞും മത്തിക്കറിയാണോ കിട്ടിയതെന്നൊന്നും മനസ്സിൽ വിചാരിക്കരുതേ. ഈ നാട്ടികയുടെ വീട്ടിൽ ഇത്രമാത്രമാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് നമ്മെ സമാധാനിപ്പിക്കുകയാണ്.
ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദിന് നിരന്തരം സ്റ്റേജിയാണ്, നിരന്തരം സമ്മേളനമാണ്, വാദപ്രതിവാദമാണ്. ആ നാട്ടിക ഉസ്താദിന് ആരെങ്കിലും കൊടുത്ത 1000 ഉറുപ്പികയോ 2000 ഉറുപ്പികയോ അത് എവിടെ പോയി എന്ന് ചോദിക്കും ചിലപ്പോൾ. പ്രിയപ്പെട്ട സഹോദര, നാട്ടിക ഉസ്താദ് 100 ചില്ലാനം യതീം മക്കളെ ദാറുൽ ഹിക്കം എന്ന് പേരും പറഞ്ഞിട്ട് ദാറുൽ ഹിക്കം എന്ന പേരിൽ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു വീടിന്റെ അടുത്ത് തന്നെ. പടച്ചവനെ, ആ സ്ഥാപനത്തിൽ 100 ചില്ലാനം യതീമിങ്ങൾ മാത്രമാണ്. പക്ഷേ ആ സ്ഥാപനത്തിന് റിസീവർമാരില്ല, കലണ്ടർ പ്രിന്റ് ചെയ്യാറില്ല, കളക്ഷൻ രസീതിയില്ല, കളക്ഷൻ ചെയ്യാൻ ആളില്ല, അതേപോലെ ഒരു ഡബ്ബിയില്ല, ഒന്നുമില്ല. പടച്ചവനെ, കിട്ടിയ പണം കൊണ്ടുപോയിട്ട് മുത്തഅല്ലിമീങ്ങളെ മാത്രം വളർത്തും. ആരോടും യാചിക്കാറില്ല, ആരോടും പറയാറില്ല, ഒരു കളക്ഷൻ ചെയ്യാറില്ല. ഒരു സമ്മേളനത്തിന് വന്നാലും എനിക്കൊരു യതീം ഖാനയുണ്ട്, സഹായിക്കണേ, ഒന്ന് സന്ദർശിക്കണേ എന്ന് പോലും പറയാറില്ല. അനവക്കാഫിലുൽ യതീമി ഹകദാ ഫിൽ ജന്ന, ഞാനും യതീം കുട്ടികളെയും സംരക്ഷിക്കുന്നു സ്വർഗ്ഗത്തിൽ ഇപ്രകാരമാണെന്ന് പുണ്യ ഹബീബ് പഠിപ്പിച്ചതനുസരിച്ച് സ്വന്തം കിട്ടുന്ന വരുമാനത്തിൽ 100 ചില്ലാനം യതീമിങ്ങളെ സംരക്ഷിച്ചിരുന്ന ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് സ്വന്തം ജീവിക്കാൻ മറന്നുപോയ മഹാനായിരുന്നു. അല്ലാഹുവേ, ആ നാട്ടിക ഉസ്താദ് വഫാത്തായപ്പോഴാണ് 100 ചില്ലാനം യതീമിങ്ങൾ പട്ടിണി കിടക്കുന്നത് സമസ്തക്ക് അറിയുന്നത്. അതുവരെ സമസ്തക്ക് പോലും അറിയില്ല. പടച്ചവനെ, പിന്നത് സമസ്ത ഏറ്റെടുക്കുകയാണ്, ഇന്നത് സമസ്ത നിലനിർത്തി പോവുകയാണ്. ഇന്നും അതിന് റിസീവർ ഇല്ല. നാട്ടിക ഉസ്താദ് എങ്ങനെയാണോ തുടങ്ങി വെച്ചത് അങ്ങനെ തന്നെയാണ് സമസ്ത ഇന്നത് കൊണ്ട് നടക്കുന്നത്. അതിന് റിസിപ്റ്റ് ഇല്ല, റിസീവർ ഇല്ല, കലണ്ടർ ഇല്ല, ബുക്കില്ല, ഒരു കളക്ഷൻ ആളില്ല, ഒന്നുമില്ലാതെ അന്ന് ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദിന്റെ നിയ്യത്ത് പോലെ ഇന്ന് സമസ്ത ഏറ്റു നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദര, ആ നാട്ടിക ഉസ്താദാണെങ്കിലോ പറഞ്ഞതനുസരിച്ച് മംഗലാപുരം ട്രെയിനിൽ വരികയാണ്. ഏതോ ഒരു സമ്മേളനത്തിന് പോയിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ മക്കളാണ് പറഞ്ഞത്, ഒരു സമ്മേളനം നാളെയുണ്ടല്ലോ മംഗലാപുരത്ത് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ചൊക്കപ്പേട്ട് MJM ഹാളിലാണ് സംവാദം, പിന്നെ മുഖാമുഖം നടക്കുന്നത്. സംവാദത്തിനും വാദപ്രതിവാദത്തിനും തയ്യാറല്ലെന്ന് സലഫികൾ പറയുന്നു. പടച്ചവനെ, ആ സമയത്താണ് എന്തായാലും പ്രശ്നമില്ല, ഞാൻ വന്നിട്ട് തീരും, എന്നിട്ടൊരു മുഖാമുഖം വെക്കാമെന്ന് ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് വരികയാണ്. കുളിക്കാതെ പോലും ഇട്ടാതെ ഡ്രസ്സിൽ, മണ്ണ് പുറണ്ട ഡ്രസ്സിൽ, ഒരു ഫക്കീറിനെ പോലെ അന്ന് അപ്പൊ തന്നെ വീട്ടിന്റെ അകത്തേക്ക് പോലും കയറാതെ വീട്ടിന്റെ മുറ്റത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. അതേപോലെ നേരിട്ട് വരികയാണ് മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ. അന്ന് മൊബൈലില്ലാത്ത കാലമായിരുന്നു. ലാൻഡ് ലൈനിൽ കൊടുത്ത നമ്പറിലേക്ക് വിളിച്ചിരുന്നു, ഇത്ര മണിക്കാണ് ട്രെയിൻ വരുന്നത് എന്ന്. വണ്ടിയുമായിട്ട് പോയി. വണ്ടി കയറുന്നതിന് മുമ്പ് നാട്ടിക ഉസ്താദ് ചോദിക്കുന്നു, ആരുടെ വണ്ടിയാ, ഏത് എന്ത് കച്ചവടമായി ഇവൻ ചെയ്യുന്നത്? അവർ പറഞ്ഞു, നാട്ടിന്റെ പ്രമാണിയായ ഒരു ഹാജിയാര വണ്ടിയാണ്. എന്താണ് കച്ചവടം? അയാൾക്ക് ബിൽഡിങ്ങും കാര്യങ്ങളും സ്വന്തമായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിലേക്ക് കയറി. എന്നിട്ട് ചോദിക്കുന്നു, ഞാൻ ചോദിച്ചു ഉസ്താദിന്, എന്തല്ല ഉസ്താദേ എന്തിനിത് എന്ന് ചോദിച്ചപ്പോ ഉസ്താദ് ചോദിക്കുകയാണ്, മോനെ സംഘാടകരുടെ വാടകയുടെ വണ്ടിയാണോ എന്നാണ് ചോദിച്ചത്. എന്തിനാണെന്നറിയണോ? ജനങ്ങളെ സംഘടനകൾക്ക് പണം നൽകുന്നത് എന്റെ കാറിന്റെ വണ്ടി കൂലി കൊടുക്കാൻ, വാടക കൊടുക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. ആ നിയ്യത്ത് ദാനം ചെയ്യുന്നവർക്ക് ഉണ്ടാകില്ലല്ലോ. ശരിയോ തെറ്റോ എന്ന് അത് വിഷയം വേറെയാണ്. പക്ഷേ എനിക്ക് സമാധാനമില്ല. സംഘടനയുടെ പണം, സ്ഥാപനത്തിന്റെ പണം സ്വന്തത്തിന് വേണ്ടി എനിക്കാണെങ്കിലും ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നതാണ് എന്റെ വാദം. അങ്ങനെ ചിരിച്ചു പറഞ്ഞു. ചുരുക്കത്തിൽ മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി മഹാരാജ് ഇന്റർനാഷണൽ ഹോട്ടലിലാണ് ഒരു റൂം ബുക്ക് ചെയ്തിരുന്നത്, ഒന്ന് കുളിക്കാനും ശുദ്ധിയാവാനും വേണ്ടിയിട്ട്. അങ്ങനെ ആ കാറ് മഹാരാജ് ഇന്റർനാഷണൽ ഹോട്ടലിന്റെ മുറ്റത്ത് കൊണ്ടുപോയിട്ട് വണ്ടി നിർത്തിയപ്പോ ആ ഹോട്ടലും നോക്കിയിട്ട് ഉസ്താദ് ചോദിക്കും, എന്തിനാ ഇവിടെ വന്നത്? ഒന്ന് കുളിച്ചിട്ടൊന്ന് ഡ്രസ്സ് മാറ്റാൻ വേണ്ടിട്ടാ, ഇടാൻ വേറൊരു മാറ്റാൻ ഒരു ഡ്രസ്സ് വേറെ ഇല്ല, ഉടുത്ത തുണിയല്ലാതെ ഉടുത്ത ഷർട്ടല്ലാതെ വേറെയില്ല. എന്ത് ചെയ്യാനാണ്? ഞങ്ങൾ എന്ത് ചെയ്യാനാ ഉസ്താദേ? പ്രശ്നമില്ല, എന്തായാലെന്താ? എന്റെ വഅദ് പറയുന്നത്, മുഖാമുഖം നടത്തുന്നത് ഈ ഷർട്ടും മുണ്ടും അല്ലല്ലോ, ഞാനല്ലേ അതിൻ്റെ അകത്ത്, ഞാനല്ലേ ഉള്ളത്. കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും ഞാൻ തന്നെയാണ്. അങ്ങനെ ചിരിച്ചു പറഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു ഹാജിയാറുണ്ടായിരുന്നു, ഉസ്താദേ നിങ്ങളെ ഷർട്ടിന്റെ ഒരു സൈസ് ഒന്ന്
പറയാമോ? ഇതുവരെ ഞാൻ അളന്നിട്ടില്ല എത്ര സൈസ് എന്ന്. ഏതായാലും റെഡിമെയ്ഡ് ഷോപ്പിലേക്ക് പോവുകയാണ്. ഒരു മുണ്ടും റെഡിമെയ്ഡ് ഷർട്ടും വാങ്ങുകയാണ്. കൊണ്ടുവന്ന് ഇട്ടപ്പോൾ ഏകദേശം ശരിയായി. ചുരുക്കത്തിൽ അങ്ങനെ പിന്നെ ഹോട്ടലിലേക്ക് കയറാതെ എന്നോട് ചോദിച്ചു, മൊയിലാറേ നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? അടുത്തുള്ള പള്ളിയിലാണ്. എന്നാൽ അവിടെ കുളിക്കാൻ എനിക്ക് എന്താ റൂം പോരേ? ഞാൻ നിങ്ങളെക്കാൾ മോശമാണോ? നിങ്ങൾ കുളിക്കുന്ന സ്ഥലം എനിക്ക് പോരെ? നിങ്ങളെക്കാൾ മോശമാണോ? അല്ല ഉസ്താദേ, മോശമായതിന്റെ പേരിലല്ല. അങ്ങേ പോലത്തെ മഹാന്മാർ ഞാൻ കുളിക്കുന്ന സാധാരണ കുളിമുറിയിലേക്ക് കയറിയാൽ എന്താ നിങ്ങൾ പറയുന്നത്? ഖബറിലും അങ്ങനെയാണോ? നിങ്ങളുടെ നാട്ടില് വലിയവരുടെ ഖബർ വേറെ, പാവപ്പെട്ടവരുടെ ഖബർ വേറെ, അങ്ങനെയുണ്ടോ? പിന്നെന്താ പ്രശ്നം? എനിക്ക് ഹോട്ടൽ വേണ്ട, ഞാൻ ഇവിടെ കുളിക്കില്ല. നിങ്ങൾ പള്ളിയുടെ പ്രസിഡന്റോ സെക്രട്ടറി ഒന്ന് കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്തിനാ ഉസ്താദേ അത് കുളിക്കാൻ വെള്ളം ഉണ്ടാക്കിയത്, ബാത്റൂം ഉണ്ടാക്കിയത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് ഞാൻ കുളിക്കലത് എനിക്ക് ഹലാല് പോലുമല്ല. എന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടല്ലത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ പള്ളിയുടെ റൂമും പള്ളിയുടെ കുളിമുറിയും പള്ളിയുടെ വെള്ളം ഉണ്ടാക്കിയത്. ഞാൻ കുളിക്കാൻ പാടില്ല, എനിക്ക് വുളൂ ചെയ്യാം, കുളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ സെക്രട്ടറിയോടൊന്ന് ചോദിക്കണേ. നേരെ ഓട്ടവും പിടിച്ചിട്ട് സെക്രട്ടറിന്റെ വീട്ടിലേക്ക് പോയി. സെക്രട്ടറി പ്രസിഡന്റിനോട് പറഞ്ഞു. എല്ലാവരും ചിരിച്ചു. ഇതെന്തൊരു ഉസ്താദ് പടച്ചവന്, ഇതിനും ഒരു പെർമിഷൻ കേൾക്കണം. ആരെല്ലാം വന്നിട്ട് കുളിക്കുന്ന പതിവുണ്ട്, നാട്ടുകാർ വന്നിട്ട് കുളിക്കുന്ന പതിവുണ്ട്. ഉസ്താദുമാർ മാത്രമല്ല മുറിയിൽ കുളിക്കുന്നത്. ഇതെന്തൊരു ഉസ്താദ്, ആ ഉസ്താദിനെ കണ്ടിട്ടേ തീരുന്ന് പറഞ്ഞിട്ട് പരിപാടിക്ക് ധാരാളം ആൾക്കാർ വിഷയം വേറെ പറഞ്ഞു വരുന്നത്. അത്രത്തോളം പെർമിഷൻ കേട്ടതിന് ശേഷമാണ് നേരെ പള്ളിയിലേക്ക് വരുന്നു. റൂമിൽ നിങ്ങൾ കുളിക്കുന്നു, റൂമിലേക്ക് കയറുന്നു, ചായ കൊടുത്തപ്പോൾ കുടിക്കുന്നു, എന്നിട്ട് മുഖാമുഖത്തിലേക്ക് പോകുന്നു. ആരെങ്കിലും സലഫികളുണ്ടോ എന്ന് ചോദിക്കുന്നു. ധാരാളം സലഫികൾ ഉണ്ടായിരുന്ന സദസ്സായിരുന്നു. നാട്ടിക ഉസ്താദിനെ കണ്ട ഉടനെ തന്നെ ഒരാൾ പോലും എഴുന്നേറ്റ് ചോദ്യം ചോദിക്കാൻ തയ്യാറായില്ല. എന്നെ വിളിച്ച് പറഞ്ഞ്, നിങ്ങളല്ലേ ഇതിന്റെ പ്രധാന ആള്, സലഫികൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ എന്നെ വിളിച്ചത്, എവിടെയാണ് സലഫികള്? ചിരിച്ചിട്ട് അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അല്ലാഹുവേ ഞാൻ പറഞ്ഞു, ഉസ്താദേ ധാരാളമുണ്ട്, ഒരാളും എഴുന്നേൽക്കണ്ടേ ഉസ്താദേ. അങ്ങനെ ചിരി ധാരാളം വിഷയങ്ങൾ അവതരിപ്പിച്ചു. എന്നിട്ട് ഞങ്ങൾ സലഫികൾ ചോദിച്ച പല ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എഴുതി തന്നത്. അതെല്ലാം ചോദിച്ചു, മറുപടി കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അതിനുശേഷം ചൊക്കപ്പെട്ടുന്ന നാട്ടിൽ ആ രീതിയിൽ സലഫികളുടെ വിപ്ലവകരമായിട്ടുള്ള വളർച്ച ഉണ്ടായിട്ടേ ഇല്ല. ഇന്നും ഉണ്ടതെങ്കിലോ പരസ്പരം വിഭിന്ന രീതിയിൽ തകർന്നു പോയ രീതിയിലാണ് പറഞ്ഞു വരുന്നത്. പ്രിയപ്പെട്ട സഹോദരാ, അവരെല്ലാം ഫഖീറിനെ പോലെ പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരന്തരം ദുആ ചെയ്തിരുന്നത്, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. അല്ലാഹുവേ എന്നെ മിസ്കീനായി ജീവിപ്പിച്ചാൽ മതി, മരിക്കുമ്പോൾ മിസ്കീനായി മരിച്ചാൽ മതി, നാളെ ആഖിറത്തിൽ ചെല്ലുന്ന സമയത്ത് മിസ്കീനായിട്ട് ഒന്ന് സ്വർഗത്തിലേക്ക് ഒരുമിച്ച് കൂട്ടിയാൽ മദിനാദാ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിരുന്നു. എങ്കിൽ പ്രിയപ്പെട്ട സഹോദര, സമസ്തയുടെ ഏത് ആലിമ്യങ്ങളുടെ ചരിത്രം ഒന്ന് എടുത്തു നോക്ക്. നാളേക്ക് വേണ്ടി ഒന്നും എടുത്തു വെച്ചവരല്ല, ധാരാളം കുടുംബത്തിന് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി വെച്ചവരല്ല. ഇതുപോലത്തെ സ്റ്റേജിൽ കാണുന്നുണ്ടല്ലോ ധാരാളം ഉമറാക്കന്മാർ, ഈ നാട്ടിലും ധാരാളം ഇതിനെ സഹായിക്കുന്നവരുണ്ടല്ലോ. പക്ഷേ അതെല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്. അവർ കൈനീട്ടി എങ്കില്, ആരോടും ചോദിച്ച് എങ്കില്, സ്വന്തത്തിന് വേണ്ടിയല്ല, എല്ലാം പടച്ച തമ്പുരാന്റെ ദീനിന് വേണ്ടി മാത്രമായിരുന്നു. മുസ്ലിമേ, ബഹുമാനപ്പെട്ട, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അതിസൂക്ഷ്മതയോടു കൂടെയായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദിനെ പോലത്തെ ആലിമ്യങ്ങളൊക്കെ ജീവിച്ചത്. ബഹുമാനപ്പെട്ട ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ചെറിയൊരു സംഭവം മാത്രം, ആ വസിയത്തുകൾ മാത്രം പറഞ്ഞിട്ട്, ആ വിഷയം മാത്രം പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. ബഹുമാനപ്പെട്ട ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പെരുന്നാളിന്റെ ദിവസത്തെ സൂചിപ്പിച്ചിട്ട് പറയുകയാണ്, ഓ ജനങ്ങളെ, പെരുന്നാൾ എനിക്ക് വല്ലാത്ത സന്തോഷമാണ്. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഉസ്താദേ എല്ലാവർക്കും അങ്ങനെയല്ലേ?
നിങ്ങളുടെ സന്തോഷത്തിനും എൻ്റെ സന്തോഷത്തിനും വ്യത്യാസമുണ്ട് മുസ്ലിമേ. എന്താണെന്നറിയണോ? പെരുന്നാളിൻ്റെ ദിവസം പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഏറ്റവും നല്ല ദിവസമാണ്. അന്ന് ഞാൻ പാപങ്ങൾ ചെയ്യാത്ത ദിവസമായിട്ടാണ് കണക്കാക്കുന്നത്. അതേപോലെ പെരുന്നാളാണെങ്കിലോ ഇമാമിനോടൊപ്പം പോകുന്ന ദിവസമാണ്. ഇമാമിനോടൊപ്പം പോകുന്ന ദിവസമാണ് പെരുന്നാള്. എന്താണെന്ന് മനസ്സിലായോ? പെരുന്നാൾ ദിവസവും മറ്റുള്ള നിസ്കാരമാണെങ്കിലും ചുരുക്കത്തിൽ ഇമാം എന്താണോ ചെയ്യുന്നത് അങ്ങനെയാണല്ലോ മഅ്മൂം ചെയ്യുന്നത്. അതുപോലെയാണ് ബഹുമാനപ്പെട്ട ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നാളെങ്കാലും മരിച്ചാൽ അല്ലാഹു ഖുർആനിൽ സൂചിപ്പിച്ചതുപോലെ അവരവരുടെ ഇമാമിങ്ങളോടൊപ്പം അവരവരുടെ നേതാക്കന്മാരോടൊപ്പമാണ് നാളെ മഹ്ശറിൽ ഒരുമിച്ച് കൂടുന്നത്. അവരവരുടെ നേതാക്കന്മാരോടൊപ്പമാണ് നാളെ മഹ്ശറിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നത്. അത് മാത്രമല്ല, നാളെ സബാനിയത്തിലേക്ക് എത്തുമ്പോൾ, നാളെ ആഖിറത്തിലേക്ക് എത്തുമ്പോൾ, സിറാത്തിൽ നടക്കുമ്പോൾ സബാനിയത്തായ മലക്കുകൾ കയ്യിൽ പിടിച്ച് കാലിൽ പിടിച്ച് വലിച്ചിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ ഈ പെരുന്നാളിൻ്റെ ദിവസം അതെല്ലാം ഞാൻ ഓർത്ത് അല്ലാഹുവിനെ ദിക്ർ തസ്ബീഹ് ചൊല്ലി റബ്ബിൻ്റെ ഇബാദത്തുമായിട്ട് മുഴുകുകയാണ്. അതേപോലെ പെരുന്നാളെന്ന് വെച്ചാൽ നരകത്തിൽ നിന്ന് വിമോചനം ലഭിക്കുന്ന ദിവസമാണ്. സ്വർഗത്തിലേക്ക് പോകാൻ റബ്ബിനോട് ചോദിക്കുന്ന ദിവസമാണ്. അതേപോലെ പെരുന്നാളെന്ന് വെച്ചാൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അലാൽ ലിഖാഇനെ കാണാൻ ആഗ്രഹിക്കുന്ന ദിവസമാണ്. പെരുന്നാളിൻ്റെ തക്ബീർ എൻ്റെ ചെവിയിലേക്ക് കേൾക്കുമ്പോൾ, എൻ്റെ ചെവിയിലേക്ക് കേൾക്കുന്ന ശബ്ദം ബഹുമാനപ്പെട്ട ഇസ്രാഫിൽ അലൈഹിസ്സലാത്തു വസ്സലാം കാഹളത്തിൽ ഊതുന്ന ശബ്ദമാണ്. അതേപോലെ രാത്രിയിൽ പെരുന്നാളിൻ്റെ ദിവസത്തിൽ നിങ്ങളെല്ലാവരും പെണ്ണുങ്ങളും മൊയിലാഞ്ചും വെച്ചിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും വസ്ത്രവും മറ്റുമെല്ലാം റെഡിയാക്കി വെക്കുകയാണ്. നാളേക്ക് വേണ്ടി, നാളെ പെരുന്നാളാണ്, ഗമ്മത്തുണ്ടാക്കണം, സദ്യ ഉണ്ടാക്കണം. അതിനെല്ലാം ഒരുക്കി വെക്കുമ്പോൾ പടച്ചവനെ, ഞാൻ ഖിയാമത്ത് പെരുന്നാളിൻ്റെ രാത്രിയിൽ ആഖിറത്തിന് വേണ്ടി ഒരുക്കി വെക്കുകയാണ്. എൻ്റെ മയ്യത്തിൻ്റെ കഫൻ തുണിയും മറ്റും എവിടെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അതേപോലെ പെരുന്നാൾ പകലിന് പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ യൗമ നഹ്ശുറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫദാ, മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായ ആൾക്കാർ കൂട്ടം കൂട്ടമായി സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് പോകുന്നത്. അതാണ് ഞാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ ഓർക്കുന്നത്. വനസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വിർദാ. പള്ളിയുടെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ ഞാൻ ഓർക്കുന്നത്, പടച്ചവനെ, ഇതെൻ്റെ സ്വർഗത്തിലേക്കുള്ള നടത്തമാവട്ടെ. എന്നാലോ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പിന്നൊരു കാര്യം കൂടി പറയുന്നു. തെറ്റ് ചെയ്യുന്ന ജനങ്ങളുണ്ടല്ലോ, നരകത്തിലേക്ക് മലായികകൾ അവരെ ഓടിച്ച് നരകത്തിലേക്ക് ചവിട്ടി വലിച്ചെറിയുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഓട്ടം ഓടുന്നതെന്ന്. നമ്മുടെ നാട്ടിലും പള്ളിയിലേക്ക് വന്ന് തിരിച്ചു പോകുന്ന ആൾക്കാരെ കൂട്ടത്തിലെ രണ്ട് പാർട്ടിയില്ലേ. ഒന്ന് പടച്ചതമ്പുരാൻ ഇബാദത്തെടുത്ത് ധന്യമായ രീതിയിൽ സന്തോഷത്തോടെ കുടുംബത്തെല്ലാം കണ്ടിട്ട് സന്തോഷത്തോടെ പെരുന്നാൾ ആചരിക്കുകയാണെങ്കിൽ അതിൽ മറ്റൊരു വിഭാഗമുണ്ട് മൂമിനെ. അവരോടൊന്ന് ഫേഷൻ ഒന്ന് കാണിക്കാൻ നിസ്കാരം മഗ്രിബ് നിസ്കാരം പോലുമില്ലാതെ ബീച്ചിലും പാർക്കിലും ഐസ്ക്രീം പാർലറിലും പോയി ചുറ്റി നടക്കുന്ന ദിവസമായിട്ടാണ് പല ചെറുപ്പക്കാരും യുവതികളും അത് കണക്കാക്കുന്നത്. ആ രീതിയിൽ രണ്ട് വിഭാഗക്കാർ പള്ളിയിൽ നിന്ന് പുറത്തു പോകുന്ന ദിവസം അതേ ബഹുമാനപ്പെട്ട ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഞാൻ അതാണ് ഓർത്തു പോകുന്നത് മനുഷ്യരെ. അതേപോലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ മഹ്ശറിൽ സമ്പൂർണമായിട്ടും ജനങ്ങൾ നഗ്നരായി നിൽക്കുന്നതാണ് ഞാൻ ഓർക്കുന്നത്. അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നതാണ് ഞാൻ ഓർക്കുന്നത്. അതേപോലെ പരസ്പരം നിസ്കാരത്തിന് ഒരുമിച്ച് കൂടുന്നവരുടെ കൂട്ടത്തിലും രണ്ട് വിഭാഗമുണ്ട്. ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഗീർ. ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് പോകുന്നവർ, മറ്റൊരു വിഭാഗം നരകത്തിലേക്ക് പോകുന്നവർ. ഈ രണ്ട് ആൾക്കാരെയും ഞാൻ പള്ളിയിൽ കാണാൻ
പണ്ഡിതന്മാരുണ്ട്. പ്രിയപ്പെട്ട സഹോദര, ഇതെന്തിനാണെന്നറിയണോ സൂചിപ്പിച്ചത്? നാം നല്ലവരാണ് എന്നല്ല നമ്മുടെ വിശ്വാസം, നാം മുസ്ലിമീങ്ങളാണ് എന്നല്ല നമ്മുടെ വിശ്വാസം. ആ വിശ്വാസം മാത്രം പോരാ, പ്രവർത്തനത്തിലും ഇസ്ലാമിയത്ത് ഉണ്ടാവണേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി പറയട്ടെ, നിന്റെ മക്കളും സമസ്തയുടെ മദ്രസയിൽ പഠിക്കുന്നവരാണെങ്കിൽ നീ ധന്യവന്തയാണ് പെണ്ണ്. SKSBV പോലത്തെ സംഘടനകളുണ്ട്. നിന്റെ മക്കൾ അതിൻ്റെ മെമ്പറുകൾ ആണോ? നിന്റെ ആണുമക്കൾ യുവാക്കൾ SKSFന്റെ മെമ്പറുകളാണോ? നീ ഭാഗ്യവതിയാണ് പെണ്ണ്. എന്തിനാണെന്നറിയണോ? പഞ്ചായത്തിന്റെ പ്രസിഡന്റോ മെമ്പറോ സെക്രട്ടറിയോ MLA MP അയാൾ പോലും കിട്ടാത്ത എത്രയോ ഔദാര്യങ്ങളും എത്രയോ നേട്ടങ്ങളും SKSFന്റെ സാധാ മെമ്പറായാൽ കിട്ടും. അത് ഏതാണെന്നറിയണോ? ഒരു MLA ആയിട്ടോ MP ആയിട്ടോ പഞ്ചായത്ത് അധ്യക്ഷനായിട്ടോ ആരെങ്കിലും ഒരാൾ മരിച്ചാൽ അവന്റെ വീട്ടിലേക്ക് തഹ്ലീലുമായിട്ട് ജനങ്ങൾ ചെല്ലാറില്ല. ഒരു വേദിയിലും അവനെ സ്മരിച്ച് ഒരു ഫാത്തിഹ ഓതിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ദുആ ചെയ്യാറില്ല. എന്നാൽ SKSFന്റെ സാധാ ഒരു കാവൽക്കാരനാണോ? SKSFന്റെ സാധാരണക്കാരനായ പ്രവർത്തകനാണോ? അവനെങ്കാലും മരിച്ചാൽ, പ്രിയപ്പെട്ട സഹോദര, SKSF ഉണ്ടാക്കിയത് നാട്ടിലെ ഇലക്ഷൻ നിന്നിട്ട് ആളാവാൻ വേണ്ടിയിട്ടല്ല, ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ബിസിനസ് കേന്ദ്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, അധികാരം കൈപ്പറ്റാൻ വേണ്ടിയിട്ടല്ല. പകരം മരിച്ചാൽ ആഖിറത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ്. നിന്റെ മോൻ SKSFന്റെ പ്രവർത്തകനാണോ? സമസ്തയുടെ ഖാദിമാണോ? ആ സമസ്തക്ക് വേണ്ടി 10 ഉറുപ്പെങ്കിലും ചെലവ് ചെയ്യുന്നവനാണോ? സമസ്തയുടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ സമസ്തയിൽപ്പെട്ട ഏതെങ്കിലും ഒരു സംഘടനയുടെ മീറ്റിംഗിൽ ഹാജരാകുന്നവനാണോ? അവനെങ്കാലും മരിച്ച വിഷയം കിട്ടിയാൽ ലക്ഷക്കണക്കിന് വരുന്ന SKSFന്റെയും സമസ്തയുടെയും പ്രവർത്തകന്മാരും നേതാക്കന്മാരും അവന് വേണ്ടി ദുആ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ വഫാത്താകുന്നതിന് ഒരൽപ്പം മുമ്പ് വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിംഗ് നടക്കുകയാണ്. സ്വാഭാവികമായിട്ടും സമസ്തയുടെ ജനറൽ സെക്രട്ടറി വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിംഗിന് പോകുന്ന പതിവില്ല. എന്നാൽ അന്നോ വിളിക്കാതെ തന്നെ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ ചേളാരി നടക്കുന്ന വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിംഗിലേക്ക് കയറുകയാണ്. മീറ്റിംഗ് നടക്കുന്നതിനിടെ ആ സദസ്സിലേക്ക് കയറുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നു. ഉസ്താദിനെ സ്വാഗതം ചെയ്തു, ഇരുത്തിയതിന് ശേഷം ബഹുമാനപ്പെട്ട ഉസ്താദിനെ എല്ലാവരും നോക്കി നിന്നു. എന്തിനാ വന്നത്? ആർക്കും ചോദിക്കാനൊന്നും കഴിയില്ലല്ലോ പടച്ച റബ്ബേ. കാരണം ഇത്രയും ഗൗരവമാണ്. ഉസ്താദിനെ കണ്ടാൽ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ തന്നെ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്. എല്ലാ റബീഉൽ ആഖിർ മാസം ആദ്യത്തെ ഞായറാഴ്ച അസ്തമിച്ച തിങ്കളാഴ്ച രാത്രിയിൽ എല്ലാ സമസ്തയുടെ മദ്രസകളിൽ സകലമാന ഉസ്താദന്മാരും വിദ്യാർത്ഥികളും നാട്ടിൻ്റെ നേതാക്കന്മാരും കൂടിയിട്ട് പ്രാർത്ഥനാ ദിനം ആചരിക്കണം. അത് ഈ റബീഉൽ ആഖിർ ആദ്യം മുതൽ തന്നെ തുടങ്ങട്ടെ. സമസ്തയിൽ നിന്ന് മരിച്ചുപോയ സകലമാന ആൾക്കാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ ദിനം അതൊന്നും ഉണ്ടാക്കണേ എന്നും പറഞ്ഞിട്ട് ഉസ്താദ് പോയി. ഐക്യകണ്ഠേന തീർമാനമായി എല്ലാ പള്ളികളിലേക്കും റബീഉൽ ആഖിറിന് മുമ്പ് തന്നെ സകലമാന മദ്രസകളിലേക്കും സർക്കുലേഷൻ പോവുകയാണ്. റബീഉൽ ആഖിർ ആദ്യത്തെ തിങ്കളാഴ്ച രാത്രിയിൽ എല്ലാ വിദ്യാർത്ഥികളെയും കൂട്ടിയിട്ട് മുഅല്ലിമുകളും സദർ ഉസ്താദും ഖതീബ് ഉസ്താദും നാട്ടിൻ്റെ പ്രമാണിമാരും പ്രസിഡന്റും സെക്രട്ടറിയും എല്ലാവരും കൂടിയിട്ട് യാസീൻ ഓതിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ഒരു പ്രാർത്ഥനാ ദിനം ആചരിക്കണേ. സമസ്തയിൽ നിന്ന് മരിച്ചുപോയ സകലരുടെ പേരിലും അത് ഹദിയ ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് സർക്കുലേഷൻ അയക്കുകയാണ്. എന്നാൽ ഒന്നാമത്തെ ആദ്യത്തെ പ്രാർത്ഥനാ ദിനം ആരുടേതാണെന്നറിയണോ?
അത് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയുടേതായിരുന്നു. അല്ലാഹുവേ, അതിന് ശേഷം ലോകമെമ്പാടും 10,000-നേക്കാൾ 11,000-ഓളമുള്ള സമസ്തയുടെ മദ്രസകളിൽ വെച്ചിട്ട് ലക്ഷക്കണക്കിന് 12 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ, 1.5 ലക്ഷത്തോളം ഉസ്താദന്മാർ, നാട്ടിന്റെ പ്രമാണിമാർ, അലിമീങ്ങൾ, സാദാത്യങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് യാസീൻ ഓതിട്ട് തഹ്ലീൽ ചൊല്ലിയിട്ട് പടച്ച റബ്ബേ, SKSSും SBVയും SYSും ജമിയത്തുൽ മുഅല്ലിമീനും ജമിയത്തുൽ ഉലമയും സമസ്തയുടെ എല്ലാ സംഘടനകളിലും അധ്വാനിച്ച് മരിച്ചുപോയി ഏതെങ്കിലും വ്യക്തി ആരെല്ലാം ഉണ്ടോ അവരുടെ ഖബറിലേക്ക് ഇതിന്റെ കൂലി സവാബ് എത്തിപ്പിക്കണേ അല്ലാ എന്ന് ഒന്നടങ്കം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ആമീൻ പറയുന്നത്, ദുആ ചെയ്യുന്നത്. അതുപോലെ മുസ്ലിമേ, ഏതെങ്കിലും ഒരു SKSന്റെ ചെറുപ്പക്കാരന് ഉമ്മ മരിച്ചാൽ, ബാപ്പ മരിച്ചാൽ, ആ മകൻ പറയുകയാണ് എൻ്റെ ഉമ്മ മരിച്ചിട്ടുണ്ട്, ബാപ്പ മരിച്ചിട്ടുണ്ട്, അത് കേൾക്കാനേ സമയമുള്ളൂ. സകലമാന ശാഖകളിലും ആ ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്, ആ ബാപ്പക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുകയാണ്, ആ ഉമ്മക്കും ബാപ്പക്കും വേണ്ടി സകലമാന അലിമ്യങ്ങൾ ദുആ ചെയ്യുകയാണ്. ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യം എന്താ നിനക്ക് കിട്ടുന്നത്? അതുകൊണ്ട് ഉമ്മ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. നിന്റെ മക്കൾ SKSന്റെ മെമ്പർഷിപ്പ് വാങ്ങിയിട്ടുണ്ടോ? ഒന്ന് ഉറപ്പ് വരുത്തണേ. SKSന്റെ മെമ്പർഷിപ്പ് എടുത്താലോ നിന്റെ മോൻ പിന്നെ കള്ളുകുടിയുടെ പിന്നാലെ പോവില്ല, കഞ്ചാവിന്റെ പിന്നാലെ പോവില്ല, ആരാരെ ആക്രമിക്കില്ല, ചുരുങ്ങിയ പക്ഷം നിന്റെ മനസ്സിന് വേദന പോലും തരില്ല. എന്തുകൊണ്ട്? ആലിമീങ്ങളാണ് അതിന് നേതൃത്വം നൽകുന്നത്, സംഘന്മാരാണ്, സാദാത്യങ്ങളാണ് നേതൃത്വം നൽകുന്നത്, നിരന്തരം ട്രെയിനിങ് നൽകുകയാണ്. ജനങ്ങളെ, പാവപ്പെട്ടവരുടെ കണ്ണീറുപ്പണ് വികായ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നാം കാണുന്നതല്ല റബ്ബേ. അവരുടെ സ്വന്തം ജീവിതം പോലും പണയം വെച്ചിട്ടാണ് അവർ ഈ സമുദായത്തിന്റെ ഖിദ്മത്ത് ചെയ്യുന്നത്. ജാതിയും മതവും നോക്കാതെയാണ് ഈ സമുദായത്തിന്റെ ഖിദ്മത്ത് ചെയ്യുന്നത്. ധാരാളമുണ്ട് പറയാൻ മുസ്ലിമേ. ഉമ്മയെ അവർ കുറ്റം പറയില്ല, കുടുംബത്തെ അനാഥയാക്കില്ല. അവർക്ക് സ്നേഹിക്കാനേ അറിയൂ, അവർക്ക് ഈ സമുദായത്തിന് ഖിദ്മത്ത് ചെയ്യാനേ അറിയൂ, അവർക്ക് പള്ളിയുടെ പരിസരത്ത് ശുദ്ധിയാക്കാനും പള്ളിയുടെ ഖിദ്മത്ത് ചെയ്യാനേ അറിയൂ. അതേപോലെ ഹിരിയ ആൾക്കാരെ, വയസ്സന്മാരെ ബഹുമാനിക്കാനേ അവർക്കറിയൂ. ദീനിന്റെ പ്രവർത്തനങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്യാനേ SKSന്റെ പ്രവർത്തകർക്കറിയൂ. ഇതെല്ലാം ചിന്തിച്ചിട്ട് ഉമ്മ, ഇതൊരു പാർട്ടിയല്ല, ഇതൊരു വിഭാഗമല്ല, ഇതൊരു പങ്കടമല്ല, കേവലം ഒരു സംഘടനയല്ല, പകരം അള്ളാഹുവിന്റെ ദീനിന്റെ ചെറുപ്പക്കാരുടെ സംഘശക്തിയാണ്, ഈമാനുള്ളവരുടെ സംഘശക്തിയാണ്, ദീനീ ബോധമുള്ളവരുടെ സംഘശക്തിയാണ്, അള്ളാഹു പൊരുത്തപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുടെ സംഘശക്തിയാണ്, ആലിമീങ്ങളുടെ നിഴലിലൂടെ ജീവിക്കുന്ന യുവാക്കളുടെ സംഘശക്തിയാണ്. അവർ എന്ത് തെറ്റ് ചെയ്താലും പടച്ച റബ്ബിന്റെ ദീനിന്റെ ഖിദ്മത്ത് ചെയ്യുന്ന സമയത്ത് പടച്ച തമ്പുരാൻ അവർക്ക് പൊറുക്കില്ല, അവരുടെ പൊറുക്കാതിരിക്കില്ല. അവരുടെ ഖൽബ് അതേ രീതിയിൽ ശുദ്ധീകരിക്കുന്നതാണ്, ആലിമീങ്ങളെ തർബിയത്ത് ചെയ്യുന്നതാണ്. എന്ത് തെറ്റ് ചെയ്യുന്നവരാണെങ്കിലും SKSന്റെ ചെറുപ്പക്കാർ അവരോടുകൂടെ അവരുടെ ഹൃദയം ശുദ്ധീകരിക്കുന്ന പണിയാണ് അതിന്റെ നേതാക്കന്മാർ ആലിമീങ്ങൾ ചെയ്തു വരുന്നത്. ഇതെല്ലാം ചിന്തിച്ചിട്ട് ഉമ്മ, നിന്റെ മക്കൾ SKSന്റെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ഉറപ്പ് വരുത്തണേ. ചെറുപ്പക്കാരാ, SKSന്റെ പ്രവർത്തകരെ നോക്കി ചിരിക്കുന്നതിന് പകരം നീയും അവരെ കൂട്ടത്തിൽ ഒന്ന് പെട്ടു നോക്ക്. ചിരിച്ചാലും അവരെ പരിഹസിച്ചാലും അവർ മുമ്പോട്ട് വെച്ച കാള് മുമ്പോട്ട് തന്നെ വെക്കുക തന്നെ ചെയ്യും. അത് മരണം വരെ. മിത്തബൈൽ ഉസ്താദ് നടന്ന വഴിയിലൂടെ, ഖാസിം ഉസ്താദ് നടന്ന വഴിയിലൂടെ, കോട്ട ഉസ്താദ് നടന്ന വഴിയിലൂടെ, CM ഉസ്താദ് നടന്ന വഴിയിലൂടെ, TKM ബാബു ഉസ്താദ് നടന്ന വഴിയിലൂടെ, നാട്ടിക ഉസ്താദ് നടന്ന വഴിയിലൂടെ, അസ്ഹരി തങ്ങൾ സഞ്ചരിച്ച വഴിയിലൂടെ, ചെറുശ്ശേരി ഉസ്താദ് സഞ്ചരിച്ച വഴിയിലൂടെ, പാറന്നൂർ ഉസ്താദും കോട്ടുമല ഉസ്താദും ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങളും അതേപോലെ ബഹുമാനപ്പെട്ട കോട്ടുമല ബാബു ഉസ്താദും അതുപോലെ ആലിമീങ്ങൾ നടന്ന വഴിയിലൂടെ അവർ മരിക്കുന്നത് വരെ സഞ്ചരിക്കുക തന്നെ ചെയ്യും. അവരോട് സഹായിക്കണേ, അവരോട് സ്നേഹം പുലർത്തണേ. എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നിന്റെ വീട്ടിലേക്ക് വന്നാൽ എന്നോട് ഒന്നും ഇല്ലെന്ന് പറയല്ലേ. അവർ ചെയ്യുന്നതോ ക്യാൻസർ രോഗികൾക്ക് മരുന്നാണ് എത്തിക്കുന്നത്, ഡയാലിസിസ് ചെയ്യുന്നവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് പല വസ്തുക്കളും അവർ ചെയ്യുന്നത്, അംഗവൈകല്യമുള്ളവർക്ക് വേണ്ടുന്ന സൗകര്യമാണ് അവർ ചെയ്യുന്നത്, ഹോസ്പിറ്റലിൽ പണമില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് അവർ അധ്വാനിക്കുന്നത്.
അതേപോലെ ജാതി മതം ഒന്നും നോക്കാതെ വേണ്ടുന്നവർക്ക് സ്വന്തം ചോര കൊടുത്തിട്ടാണ് അവരെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ട് SKSFന്റെ പാലക്കാരാ, നീ ഭാഗ്യവാനാണ്, നീ ഭാഗ്യവാനാണ്, നീ ഭാഗ്യമുള്ളവനാണ്. നിനക്ക് ജന്മം നൽകിയ ഉമ്മയും ബാപ്പയും ഭാഗ്യമുള്ളവരാണ്. നീ നിന്റെ നാട് നന്നാക്കാൻ നാട്ടിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഉസ്താദും ആറോടൊപ്പം ചേർന്ന് നിന്റെ നാട്ടിന്റെ ഉന്നതിക്ക് വേണ്ടി എന്തെല്ലാം കഴിയുന്നുണ്ടോ അതെല്ലാം ഖിദ്മത്ത് ചെയ്യണേ മോനെ. അത്